പുണ്യവാന്മാരുടെ ജീവിതവും ദർശനവുമൊക്കെ ഒരു സ്വപ്ന സമാനമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, പുണ്യവാന്മാരുടെ ജീവിതവും ചര്യകളും അത്ഭുതമല്ല, അതിശയമല്ല, നമുക്കും പ്രാപിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ ഇടയിൽ നിന്ന് മോശയെ പോലെ ഒരുവനെ ഞാൻ ഉയർന്നെഴുപ്പിക്കുമെന്ന് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞെങ്കിൽ, കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ദിവ്യ അനുഭവങ്ങൾ നിറവോടെ നാം മനസ്സിലാക്കിയെങ്കിൽ, ഓരോ ഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും. പരിശുദ്ധ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികളൊക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത് എന്തിനാണ്? സഭയിൽ കേസുണ്ട്, തർക്കങ്ങളുണ്ട്. പള്ളികളിൽ വന്നാൽ അവിടെയും പൊളിറ്റിക്സിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കർത്താവിന്റെ കാലം തൊട്ട് തന്നെ ഉള്ളതാണ്. കർത്താവിന്റെ കാലത്ത് കർത്താവ് 12 ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു. അതിലൊരുവൻ ധനാസക്തിയോടെ വ്യർത്ഥമായ ജീവിതചര്യയെ തിരഞ്ഞെടുത്ത് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ആ കൂട്ടത്തിൽ മുൻകോപികളുണ്ടായിരുന്നു. കർത്താവിനെ പിടിക്കാമെന്നപ്പോൾ ശിമോൻ പത്രോസ് വാളൂരി മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ കാതറുത്തു. ആ കൂട്ടത്തിൽ തീവ്രവാദികൾ എന്ന് വിലയിരുത്തിയവരുണ്ടായിരുന്നു. എരിവുകാരൻ എന്ന് പറയുന്ന ശിമോന്, അത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് അന്നത്തെ കാലത്തെ റോമാക്കാർ കണക്കാക്കിയിരുന്നതാണ്. കാരണം റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരൊക്കെ അടിമകളാണ്, അവരെ അടിച്ചമർത്തി ഭരിക്കുക. അപ്പൊ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ആയുധമെടുക്കണം. അങ്ങനെ ആയുധമെടുത്ത് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന, ഒളിപ്പോര് നടത്തിക്കൊണ്ടിരുന്ന ആളുകളിൽ ഒരുവനായിരുന്നു, ആ ഗ്രൂപ്പിൽപ്പെട്ടവനായിരുന്നു ശിമോൻ, എരിവുകാരനായ ശിമോൻ. സീലോട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 1857 നടന്നത് നമുക്കറിയാം. ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ. അതിൽ താന്തിയ തോപ്പിയെ പോലെയുള്ളവർ ഒളിപ്പോര് നടത്തി. ഝാൻസി റാണിയെ പോലെയുള്ളവർ ധീരതയോടെ മുൻപോട്ട് വന്നു. ചരിത്രം ഒരുപാടുണ്ട്. നമ്മുടെ ഈ സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കണം. അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സഭയിൽ ഇത്രയേറെ ലക്ഷങ്ങളുണ്ട്, പള്ളിയിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അനുരണനം എപ്പോഴും ഇങ്ങനെ കിടപ്പുണ്ട്, തുടർച്ചയായിട്ട് കിടക്കും. നമുക്കതിനെ അതിജീവിച്ചേ പറ്റത്തുള്ളൂ. 1806 1806 എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭമാണ്. നിങ്ങൾക്കറിയാമല്ലോ, സെഞ്ചുറി കണക്കാക്കുമ്പോൾ BC എന്ന് പറയുന്നത് ഡിസെൻഡിങ് ഓർഡറില്ല, അത് താഴോട്ടാണ് കണക്കാക്കുന്നത്. AD കണക്കാക്കുന്നത് മുകളിലോട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ കണക്കാക്കുന്ന 1900 എന്നുള്ളത് കണക്കാക്കിയാൽ അത് 2000 എന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ 1806 അതായത് 19-ാം നൂറ്റാണ്ടിൽ അന്ന് 6-ാം മാർത്തോമിയ മലങ്കരയെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ക്ലോഡിയസ് ബുക്കാനൻ എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് മലങ്കരയിൽ വന്നു. അപ്പൊ അദ്ദേഹം മലങ്കര സഭയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്ന് വലിയ താല്പര്യമായിരുന്നു. അപ്പൊ ചരിത്രം പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ വന്നിട്ട് ആദ്യമേ സഭയുടെ തലവനായിരുന്ന 6-ാം മാർത്തോമ വലിയ മാർ ദീവന്യാസ പിതാവിനോട് പറഞ്ഞു, പുത്തങ്കാവ് പള്ളിയിൽ കബറടക്കിയിരിക്കുന്ന പിതാവ്, നിങ്ങൾക്കറിയാം പുത്തങ്കാവ് പള്ളിയിൽ മാർത്തോമാരായ 6, 8 അവരെ 2 പേരെ കബറടക്കിയിട്ടുണ്ട്, പുത്തങ്കാവിലെ കൊച്ചുതിരുമേനിയെ കൂടാതെ. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നാട്ടിൽ വന്നപ്പോഴേ പറഞ്ഞു, എനിക്ക് ഈ സഭയുടെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം, അതുകൊണ്ട് ഇതൊന്ന് റെഡിയാക്കി തരണം. 6-ാം മാർത്തോമ ഊണും ഉറക്കവും ഒക്കെ വിട്ട് സഭയുടെ ആദ്യകാലത്ത് തൊട്ടുള്ള ചരിത്രം കൃത്യമായിട്ട് തന്റെ കൈകൊണ്ട് തന്നെ പകർത്തി എഴുതി. പ്രായത്തിന്റെ ക്ഷീണാവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം മൊത്തം എഴുതി. ഇതെല്ലാം എഴുതി ഒരു ചുരുള് പോലെ, ഒരു ചെറിയ ഒരു വലിയൊരു എന്തോ പറയുന്നത് അന്നത്തെ കാലത്ത് എഴുതി ഒരു വലിയ ബുക്ക് പോലെ അത് പിൻ ചെയ്ത് ക്ലോഡിയസ് ബുക്കാന്റെ കൊടുത്തു. എന്നിട്ട് കൊടുത്തിട്ട് ആമുഖത്തിൽ ഒരു വാക്ക് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഈ പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പിതാവേ, വലിയ ചരിത്രമുള്ള പാരമ്പര്യമുള്ള
ഒരു സഭാവിഭാഗമാണിത്. എന്നാൽ ഇപ്പോൾ ഇത് അപജയത്തിലൂടെ, ഡീഗ്രഡേഷനിലൂടെ, സ്പിരിച്വൽ ഡീഗ്രഡേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സഭയാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം കൊടുത്തൊരു കുറിപ്പാണിത്. ഈ സഭയ്ക്കൊരു ഗ്ലോറിയസ് പാസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ചർച്ച് ഹാഡ് എ ഗ്ലോറിയസ് പാസ്റ്റ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പോകുകയും ജനങ്ങളുടെ ജീവിതചര്യ, അന്നത്തെ ചർച്ചിന്റെ പോക്ക്, അതെല്ലാം കണ്ട് നിരാശപ്പെട്ട, വിഷമിച്ച് അദ്ദേഹം എഴുതിയത്. ആ ചരിത്രം എഴുതി കൊടുത്തു. അദ്ദേഹം ക്ലോഡിയസ് ബുക്കാൻ ആ ചരിത്ര പുസ്തകവുമായിട്ട് പോകുകയും ചെയ്തു. അപ്പൊ 1806 ആറാം മാർത്തോമ എഴുതി കൊടുത്ത ചരിത്രത്തിൽ ആമുഖമായിട്ടൊരു ടിപ്പണി പോലെ പറഞ്ഞത്, ഒരു അപജയം സംഭവിച്ച സഭാവിഭാഗത്തിന്റെ ഒരു തലവനാ ഞാൻ. സ്വയം തലകുനിച്ച് ഒരു വ്യസനത്തോടു കൂടിയാ പറഞ്ഞു. പ്രിയമുള്ളവരെ ഓർത്തോണം, അത് കഴിഞ്ഞിട്ട് അധികം നാളിന് ശേഷം, അധികം നാളായില്ല, അതിനു മുൻപ് തന്നെ ആറാം മാർത്തോമ കാലം ചെയ്തു. പക്ഷെ ദൈവം സഭയെ വിട്ടില്ല. അന്ന് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അത്രമാത്രം അപജയം വന്ന ഒരു സമൂഹത്തെ ദൈവം കൈകളിൽ പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ ദൈവം ഓരോരുത്തരെ ഉയർത്തിക്കൊണ്ടുവന്നു. ആ സഭയെ ഉയർത്തുവാൻ വേണ്ടി പുലിക്കോട്ടിലെ തിരുമേനിമാരെ കൊണ്ടുവന്നു, ചേപ്പാട് ദിവന്യാസ്യോസ് തിരുമേനിയെ കൊണ്ടുവന്നു, വട്ടശ്ശേൽ തിരുമേനിയെ കൊണ്ടുവന്നു, പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെയുള്ള പുണ്യവാന്മാരെ കൊണ്ടുവന്നു, വട്ടശ്ശേൽ തിരുമേനി തൊട്ട് ശ്രേഷ്ഠരായ പിതാക്കന്മാരെ കൊണ്ടുവന്നു, കല്ലാശ്ശേരി ബാവായെ പോലെ ഔത്സുക്യമുള്ള പിതാക്കന്മാരെ കൊണ്ടുവന്നു, പുത്തങ്കാവിലെ കൊച്ചു തിരുമേനിയെ പോലെയും പാമ്പാടി തിരുമേനിയെ പോലെയുമുള്ള നിർമ്മല പിതാക്കന്മാരെ കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരെ കാലാകാലങ്ങളിൽ എടുത്തു വെച്ചു. അങ്ങനെ ദൈവം ഓരോ ഘട്ടത്തിനും ഒരു പ്രകാശമായി, പ്രകാശ ഗോപുരമായി തെരഞ്ഞെടുക്കപ്പെട്ട പിതാക്കന്മാർ അനവധിയാണ്. സഭയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോയി. അങ്ങനെ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ദൈവത്തിനൊരു സെലക്ഷൻ ഉണ്ട്. ഇതൊക്കെ എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ജീവിതത്തിൽ ഒന്നുമില്ല, ഇനി ആരുമില്ല, ഇന്നാള് പോയാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ കരുതുന്നവൻ മാറിപ്പോയാൽ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും, ഞാൻ ഒന്നുമില്ലാത്തവനായി പോകുമല്ലോ. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ഒരു നടത്തിപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിത അനുഭവത്തിൽ നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ എത്രയോ പേര് ജീവിത പങ്കാളികൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരു കുഞ്ഞേ ഉള്ളെങ്കിൽ ചിലപ്പോൾ അതിനെ ദൈവം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞവരെയും ദൈവം ജീവിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞ് ജനിക്കത്തില്ല എന്ന് പറഞ്ഞവർക്ക് ദൈവം ഒന്നിലധികം കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞവർ പൂ പോലെ എണീറ്റ് നടന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറയെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും ആമുഖമായിട്ടൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്. വിശുദ്ധരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങൾക്കും ജീവിതത്തിൽ മുൻപന്തിയിൽ നടത്തുവാൻ തക്കവണ്ണം ഒത്തിരി പേരുണ്ട്. നമ്മൾ ചിലപ്പോൾ, ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, പറയാറുള്ള ഒരു കാര്യമാണ്. സഭയിൽ തന്നെ ആലോചിച്ചു, എത്രയോ പിതാക്കന്മാരാ, വിശുദ്ധന്മാരുടെ എണ്ണം ഒത്തിരിയാ. പ്രത്യേകിച്ച് നമ്മളുടെ ഹൂത്തോമ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടത്, അങ്ങ് ആദാം തൊട്ടുള്ള എല്ലാ പിതാക്കന്മാരുടെയും പേരുകൾ, കേട്ടിട്ടില്ലാത്തവരുടെ പേരുകൾ ചൊല്ലി മധ്യസ്ഥത യാചിക്കുന്നു, പാട്ടായിട്ട് മധ്യസ്ഥത യാചിക്കുന്നു. ഇത്രയേറെ പുണ്യവാന്മാർ, ഇത്രയേറെ നിർമ്മലന്മാർ എനിക്കും നിങ്ങൾക്കും ഒരു വലിയ വെളിച്ചമായിട്ട് മുൻപിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ലോകത്തിന്റെ ചുറ്റുവട്ടത്തിലോട്ടൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് ആരുമില്ലാന്ന് തോന്നിപ്പോകുന്നത്. എന്നെ വിളിക്കാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, തിരക്കാൻ ആരുമില്ല, പ്രായമായി പോയി. പക്ഷേ ഇതല്ല, ഇതിനപ്പുറമായിട്ട് കുറെ പേരുണ്ട്. നമ്മൾ പാടാറുണ്ട്, ഞാൻ എപ്പോഴും പാടിയിരുന്നതാ, കഴിഞ്ഞ ദിവസവും പാടിയ പാട്ടാന്ന് തോന്നുന്നു. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്റെലകന്നു ഞാൻ വാഴുമങ്ങ്, ദൈവമുണ്ടേ അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ടേ ദൈവദൂതരുണ്ട്. ആരൊക്കെയുണ്ട്? ദൈവമുണ്ടേ അങ്ങു പുത്രനുണ്ട്,
ആത്മാവുണ്ടേ ദൈവദൂതരുണ്ടേ. അതായത് നമ്മളുടെ എല്ലാ തലങ്ങൾക്കും ഓർത്തോണം ഒരു ആന്ത്രോപ്പോമോർഫിക് പിക്ചറുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യ കേന്ദ്രീകൃതമായി ഒരു സിംപ്ലിഫൈഡ് ഫോം ഉണ്ട്. ആ സിംപ്ലിഫൈഡ് തിയോളജി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഇവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പാമ്പാക്കുട നമസ്കാരത്തിൽ നമ്മൾ രഹസ്യ പ്രാർത്ഥന ചെല്ലുമ്പോഴുണ്ട്, ദൈവമേ പാറകളുടെ ഗഹരങ്ങളിൽ ഇരിക്കുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആബീലേന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വിലാപക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സ്തുതിച്ചുവാകപ്പെട്ട വിശുദ്ധന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നാളും പേരും ഒന്നും അറിയാത്തവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു വലിയ തുടർച്ച നമുക്ക് മുൻപാട്ടുണ്ട്. അതുകൊണ്ട് ഇട്ടിട്ട് പോകുന്നവരൊക്കെ പോകട്ടെ പ്രിയമുള്ളവരെ. വിളിക്കാൻ മറന്നുപോയവരൊക്കെ വിളിച്ചില്ലേലും കുഴപ്പമില്ല. നമ്മളെ ആരും പൊക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ ഒരു കൂട്ടായ്മയുടെ തുടർച്ച, ആ ഒരു ബി എ പാർട്ട് ഓഫ് ദിസ് സ്പിരിച്വൽ കരിസ്മ, അതിന്റെ ഭാഗമാകുക, അതിന്റെ അനുഭവത്തിലൂടെ വളരുക. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണെന്ന് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം, ധ്യാനിച്ച ഭാഗം നിങ്ങൾക്കൊക്കെ അറിയാം. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്നും അതുപോലെ തന്നെ ഒരു സുവിശേഷ ഭാഗം, കർത്താവിന്റെ ഉപമകളിൽ തന്നെയുള്ള ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4 തൊട്ട് 7 വരെയുള്ള വേദഭാഗം. സെന്റ് ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സസ് 4 to 7. അത്രയും ഒരു നീണ്ട ഭാഗമാണെങ്കിലും ഞാൻ അതിൽ നിന്ന് ചെറിയൊരു ഭാഗമാണ് പ്രത്യേകിച്ച് സ്ട്രെസ് കൊടുത്തുകൊണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, അവിടെ കർത്താവ് പറയുന്നു, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വ്യാഖ്യാനിക്കണ്ട, നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. എത്ര ആടുണ്ടെന്നിരിക്കട്ടെ എന്നാ പറയുന്നേ? 100 ആട്. 1ഉം 2ഉം ഒന്നും അല്ല. എത്ര ആടെന്നാ പറയുന്നത്? വലിയ കണക്കേ ഉള്ളു കേട്ടോ. 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതിൽ 1 കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുന്നു. കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്നവരോട് പറയും. അതിന്റെ ആ പ്രൊലോഗ് സെക്ഷനിൽ ഏറ്റവും കൺക്ലൂഡിംഗ് സെക്ഷനിൽ പറയുന്നത്, അങ്ങനെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പല രീതിയിലുണ്ട്. ഞാൻ എപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ഭാഗവും സഭയിലുമായതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അത് പൊതു കൺവെൻഷൻ വിളിച്ചാലും എക്യൂമെനിക്കൽ കൺവെൻഷനുകൾക്ക് പോയാലും അവർക്കോട് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മളുടെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ പറയത്തുള്ളൂ. കാരണം പിതാക്കന്മാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കല്ലാശ്ശേരി ബാവ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രഭാഷകരെ കുറിച്ച് പറഞ്ഞോ, പക്ഷേ അരികെ ചേർന്ന് വേണം പറയാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് തുറന്നു വിട്ടങ്ങ് പോകരുത്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് പോലെ കുറ്റി ഉറപ്പിച്ച് കെട്ടുകളെ നീട്ടണം. നമ്മുടെ കുറ്റി എന്ന് പറയുന്നത് നമുക്കൊരു പിതാക്കന്മാർ തന്ന, വെളിപ്പെടുത്തി തന്ന, പഠിപ്പിച്ചു തന്ന പൂർവ്വപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിൽ വെളിവായിട്ട് ഇന്നും ഇല്ലാത്തതും അധികം പേര് ശ്രദ്ധിക്കാത്തതും മറഞ്ഞു കിടക്കുന്നതുമായ ഒരുപാട് പേരുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ ഇന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ സുറിയാനി പൈതൃകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട്, നമ്മൾ എത്ര ഇറങ്ങിച്ചെന്നാലും ഉണ്ടല്ലോ, അങ്ങോട്ട് തീരത്തില്ല. ഒരു വചനം നമ്മൾ എത്ര കേട്ടാലും അത് മതിയാകത്തില്ല. ഓരോ വചനവും കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോ വ്യാഖ്യാതാക്കളാക്കി മാറ്റപ്പെടും. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ, ഞാൻ ഈ വാക്യം പറഞ്ഞാൽ നമ്മൾ കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, കേൾക്കേണ്ടതുണ്ട്. ഇനിയും ദൈവം നിങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തി തരുന്ന ജീവിത അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ചോണം, ചെറുപ്രായം തൊട്ട് നമ്മൾ പറയും, ഓക്കെ, കാണാതെ പോയ ആടിന്റെ ഉപമ നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്, കൊച്ചിലെ തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അല്ലെങ്കിൽ നമ്മൾ 23-ാം സങ്കീർത്തനം വായിച്ചു, കൊച്ചിലെ വായിച്ചു, ഈ ചെറുപ്രായം തൊട്ട് വായിച്ചു തുടങ്ങി. യഹോവ എൻ്റെ
ഇന്ന് നിങ്ങൾ വായിക്കുമ്പോഴും അന്ന് വായിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തേ? കൊച്ചുവാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു. ഒരു 5 വയസ്സുള്ളപ്പോഴോ 10 വയസ്സുള്ളപ്പോഴോ നമ്മൾ കാണാപ്പാഠം പഠിച്ചു. അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്തോ ഒന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ ഒരു 10 വയസ്സുള്ള സമയത്ത് നമ്മൾ വായിച്ചു കേട്ടപ്പം നമ്മളുടെ ആ ഒരു ഇടയ സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരണം, മുട്ടായി വാങ്ങിച്ചു തരണം, അടിക്കരുത്, ഇടേൻ്റെ കയ്യിൽ അടിയൊക്കെ ഉണ്ട്, എനിക്ക് അടി കിട്ടരുത്, എന്നെ വഴക്ക് പറയരുത്, വയറ് നിറച്ച് തീറ്റി തരണം, ഇതൊക്കെയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരൂടെ മാറി. യഹോവ എൻ്റെ ഇടയനാകുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും അനർത്ഥം ഭയപ്പെടുകയില്ല. നമ്മൾ ജോലി തേടിയൊക്കെ പോയി കുടുംബജീവിതത്തിലേക്ക് പോയി. അപ്പൊ ആ കുടുംബജീവിതത്തിലെ പല കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയ എൻ്റെ ഇടയ സങ്കല്പം വരുന്നത്. വാർദ്ധക്യമായി കഴിയുമ്പോഴത്തേക്കോ തീരെ വയ്യാതായി. അന്നേരം നമ്മൾ പറയും യഹോവ എൻ്റെ ഇടയനാകുന്നു. എൻ്റെ ദൈവമേ, എന്നെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കണം, എന്നെ എടുത്തുകൊണ്ട് നടക്കണം. കാരണം ഇടയൻ, യഹൂദ കൺസെപ്റ്റിലുള്ള ഇടയ സങ്കല്പം എന്ന് പറയുന്നത് ആടുകളെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോകുമ്പോൾ വയ്യാത്ത ആടുകളൊക്കെ ഉണ്ട്. അതിനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അവർ കൂട്ടത്തോടെ പോകും. അതിന് പ്രത്യേക ശാലകളുണ്ട്, സ്റ്റോർ ഹൗസുകളുണ്ട്. തീരെ വയ്യാത്തതിനെ തോളത്തെടുത്ത് വെക്കും. നടക്കാൻ പറ്റുന്നതും എന്നാൽ വയ്യാത്തതുമാണെങ്കിൽ അതിനെ ഫ്രണ്ടിൽ ക്രമീകരിച്ചേക്കും. കൂട്ടം കൂട്ടമായി ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പായിട്ട് ക്രമീകരിക്കും. അതിന്റെ പുറകിൽ മാത്രമേ ആരോഗ്യമുള്ളതിനെയൊക്കെ നിർത്തത്തുള്ളൂ. കാരണം ഈ ആരോഗ്യമുള്ളതിനെ നിർത്തിയാൽ അവത്തുങ്ങൾ പെട്ടെന്ന് ചാടിപ്പോകും. വയ്യാത്തതിന്റെ സ്പീഡ് അനുസരിച്ച് ആകുന്നതിനെയും കൂടെ ക്രമീകരിച്ചുകൊണ്ട് പോകും. ഒരു നീണ്ട യാത്രകൾ പോകണം, മരുഭൂമിയിലൂടെ പോകണം, തുറസായ സ്ഥലത്തൂടെ പോകണം, പകല് യാത്ര ചെയ്യണം, രാത്രിയിൽ യാത്ര ചെയ്യണം. ആരോഗ്യമുള്ളത് പെട്ടെന്ന് ചാടിപ്പോയാൽ വെല്ലം അതിനെ ചാടി പിടിക്കും. പക്ഷേ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ വയ്യാത്തതിന്റെ പുറകെ നിന്നാലും ചാടി പിടിക്കത്തില്ല. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒത്തിരി ചാടിപ്പോകാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് മുതിർന്നവരോട് ചേർന്ന് പോകാൻ താല്പര്യമില്ല. ഒരു സാഹചര്യം കിട്ടിയാൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ല, അവരെ ചേർത്ത് നിർത്താൻ താല്പര്യമില്ല. നമ്മളങ്ങ് ഭയങ്കര സ്പീഡില്ല പോകുന്നത്, അതിവേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക, അങ്ങ് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം കേട്ടോ, ഈ വയ്യാത്ത നിങ്ങളുടെ കൂടെ പോയാലും ഉണ്ടല്ലോ, നമ്മൾ അറിയാത്ത ഒരു കവറിങ് ഉണ്ട് കേട്ടോ. നമ്മൾ പതുക്കെ പോകുന്നുള്ളെങ്കിൽ തന്നെയും ഇത്രയും കൂട്ടത്തോടെ നിൽക്കുമ്പോൾ വന്യമൃഗങ്ങൾ പെട്ടെന്ന് ചാടി വരത്തില്ല. അവത്തങ്ങളും പേടിച്ചു പോകും. ഇത്രയും കൂട്ടത്തെ കാണുമ്പോഴത്തേക്ക് അവർ മാറിപ്പോകും. പക്ഷെ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക് പോയാൽ അതിനെ സിമ്പിളായിട്ട് പിടിക്കും. ഡി ബാബു പോൾ സാറിന്റെ ഒരു കുറിപ്പടി ഞാൻ വായിച്ചത്, അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിൽ എഴുതിയ കുറിപ്പടികളിൽ ഒന്നാണ്. അപ്പൊ ഈ പ്രായമായി കഴിഞ്ഞു. അപ്പം അദ്ദേഹം തന്നെ പറയുക, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയുക. അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പടി ഇപ്രകാരമാണ്: മോനെ, എൻ്റെ വാഹനത്തിന്റെ സ്പീഡ് അതെല്ലാവർക്കും ഉള്ളൊരു ഇതായിട്ട്, സ്പീഡ് അതിവേഗതയൊന്നുമില്ല കേട്ടോ. എൻ്റെ വേഗത കുറഞ്ഞ വാഹനമാണ് എൻ്റേത്. നിന്റെ കുടുംബവും നിന്റെ ജീവിതവും ഒക്കെ നല്ല വേഗതയേറിയ വാഹനത്തിന് തുല്യമാണ്. നിന്റെ അതിവേഗത എൻ്റെ ചെറിയ വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് കുറയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ പൊയ്ക്കോ, പക്ഷെ ഇടയ്ക്ക് സുരക്ഷിതമായ സ്ഥാനം കണ്ടെത്തി ഒന്ന് സ്ലോ ചെയ്യണം. എൻ്റെ വാഹനം പുറകെ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. വഴി മാറി വരുമ്പോൾ എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോകുകയോ കാഴ്ച കുറയുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുകയോ ചെയ്യുന്ന അനുഭവം വരാം. അതുകൊണ്ട് നീ ഇടയ്ക്കൊന്ന് നിർത്തി നോക്കിയാൽ മതി, ഞാൻ പുറകെ ഉണ്ടോന്ന്. ഇന്ന് നമ്മൾ തന്നെ ചിന്തിച്ചോണം. അതിവേഗതക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ വേഗത കുറഞ്ഞവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, വേഗത്തിലൊക്കെ ഓടിക്കോ, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ഓർത്തോണം, ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം, ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് വിശ്രമിച്ചിട്ട് അവരുമുണ്ടോ, ഓക്കെ, കൂടെ ഉണ്ട്, ആ ഒരു തല നമുക്കുണ്ടാകണം. അപ്പൊ ഈ ഇടയസങ്കല്പം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, നീ വലിയവനാണെന്ന് നമ്മൾ പറയുമ്പോൾ തോറുമുണ്ടല്ലോ, ആ പറയുന്ന വലിമയ്ക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. സാമ്പത്തിക ക്ലേശത്തിന്റെ നടുവിലാണെങ്കിൽ, കുടുംബ കലഹത്തിന്റെ മധ്യത്തിലാണെങ്കിൽ, നമ്മളുടെ ഈ ദൈവത്തിന്റെ വലിമയെന്ന് പറയുന്നത്, ദൈവമേ എന്റെ സാമ്പത്തിക ക്ലേശം മാറ്റാനും കുടുംബകലഹം മാറ്റാനും നിന്റെ വലിമ ഉപയോഗിക്കണം. അല്ല, പശ്ചാത്താപത്തിന്റെ മധ്യത്തിലാണെങ്കിൽ പറയും, ദൈവമേ നീ വലിയവനാ, പക്ഷെ എനിക്ക് യഥാർത്ഥമായ പശ്ചാത്താപം തരണം. അല്ല, ദൈവത്തിന്റെ ആ മൈറ്റി ആംസിനെ കുറിച്ചൊന്നും നമ്മൾ കാണത്തില്ല. അതുകൊണ്ട് ആ തിരുവചനം പഠിപ്പിക്കുന്നത്, എവർലാസ്റ്റിംഗ് ഗോഡ് ഈസ് അവർ റെഫ്യൂജ് അണ്ടർനീത്ത് ദി മൈറ്റി ആംസ്. പുരാതന ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നമ്മളൊന്നും ആ ദൈവത്തിന്റെ വലിമയോ മഹത്വമോ കണ്ടുകൊണ്ടൊന്നും അല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. മറിച്ച് നമ്മളുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, ചിന്താധാരകളുണ്ട്.
അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ ഈ ചിന്തയിലോട്ട് നേരിട്ട് കിടക്കുകയാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ പറയുന്നത്, സ്കാറ്റേഡ് തോട്ട്സ് ആയിട്ട് കൊച്ചു കൊച്ചു വാക്കായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. മനസ്സിൽ കിടന്നോണം. ഇതൊക്കെ എവിടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ ഒന്ന് ധ്യാനിക്കാൻ ഉതകും. ഇവിടെ പറയുന്നു, നിങ്ങളിൽ ഒരാൾക്ക് എത്ര ആടുണ്ടെന്നിരിക്കട്ടെ എന്നാ പറഞ്ഞത്? 100 ആടുണ്ടെന്നിരിക്കട്ടെ. 100 ആടുണ്ടെന്നിരിക്കട്ടെ. അത്ഭുതമൊന്നുമല്ല, പഴയ കാലത്തെ പ്രത്യേകതയാണ്. എന്റെ ഒരു കൊച്ചു ചോദ്യം ഇതാ, 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. ഒരു മനുഷ്യനെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. പക്ഷെ കർത്താവ് പറയുകയാ, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. എന്റെ ഒന്നാമത്തെ ചോദ്യവും ആശയവും ഉത്തരവും ഇത് തന്നെയാണ്. കർത്താവ് പറഞ്ഞ 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ വ്യക്തികളിൽ കർത്താവ് ആഗ്രഹിച്ച ആ വ്യക്തിയാകാൻ നമുക്ക് എന്ത് തയ്യാറെടുപ്പാണുള്ളത്? നമുക്കൊരു മനസ്സുണ്ടോ? കർത്താവ് ആഗ്രഹിച്ച 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. ചുമ്മാ അത് പറഞ്ഞു വിടുകയല്ല, ഉണ്ടെന്നിരിക്കട്ടെ. കർത്താവ് എത്ര ബുദ്ധിയായിട്ടാ പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങൾക്ക് 100 ആടുണ്ടെന്ന് കർത്താവ് പറയുന്നില്ല. എന്തെന്ന് പറയുന്നുള്ളൂ? ഉണ്ടെന്നിരിക്കട്ടെ. സപ്പോസ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും കർത്താവിന്റെ ആ വാക്കുകളുടെയും പ്രത്യേകത ഒന്ന് ചിന്തിച്ചോണം കേട്ടോ. നമ്മളൊക്കെ എന്ന് വെച്ചാൽ അങ്ങ് കടുപ്പിച്ച് പറയുകയാണ്. നമ്മൾ വില്ലും ഷാളും ഒക്കെ അങ്ങ് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോകും, ഞാൻ വരും, ഞാൻ ചെയ്യും, എനിക്കതുണ്ട്, എല്ലാം നമ്മളങ്ങ് എന്താ പറയുന്നത്, നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില സ്പെഷ്യൽ സ്ട്രക്ചറൽ വേർഡ്സുകളാണ്. പറഞ്ഞത് മാറ്റി പറയത്തില്ല. പിടിച്ചതിന് 3 കൊമ്പുണ്ട്. തമ്പുരാൻ പോലും പറഞ്ഞ് എങ്ങനെയെന്നറിയാമോ? നിങ്ങളിൽ കർത്താവിന് വേണേ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങളൊരാൾക്ക് 100 ആടുണ്ട്, ഇല്ലയോ? എല്ലാവർക്കും കാണുമല്ലോ. ഇന്ന് നമ്മളൊക്കെ ചോദിക്കുന്നത് പോലെ, പ്രസംഗത്തിൽ ചോദിക്കുന്ന പോലെ, പ്രസംഗക്കാർ പറയുന്നത് പോലെ കാണുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 പവൻ ഉണ്ടെന്നിരിക്കട്ടെ, വേണേ ചോദിക്കും, സപ്ലിമെന്റ് ചോദിക്കും, 10 പവനേ ഉള്ളൂ, 50 ഇല്ലയോ, 100 ഇല്ലയോ? ഇങ്ങനൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആശയം അങ്ങ് ഉറപ്പിക്കുക. പക്ഷെ കർത്താവിന്റെ ആ ചോദ്യത്തിന്റെ പ്രത്യേകത ഓർത്തോ? 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. ഓർത്തോണം, ഒരു കണ്ടീഷൻ ക്ലോസ് ഉണ്ടെങ്കിൽ, ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സപ്പോസ്. കർത്താവ് എപ്പോഴും അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ഇങ്ങനെ 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ എവിടെ പോകും, ഞാൻ കാണും, ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പലതും പറ്റും, ഞാൻ പലതും കണ്ടിട്ടുണ്ട്, എനിക്കെല്ലാം അറിയാം, അല്ല ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ അങ്ങനെ ആയി പോകും. ഒന്നുകിൽ നമ്മൾ ഈ പറഞ്ഞ് എന്തുവാണെന്നറിയാം, അങ്ങ് എക്സ്ട്രീം ലെവലിലോട്ട് കയറിപ്പോകും. ഈ എക്സ്ട്രീം ലെവലിൽ കയറി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അങ്ങ് ഭയങ്കരം അങ്ങ് സന്തോഷത്തിന്റെയും അങ്ങ് ഉറപ്പിന്റെയും അങ്ങേ അറ്റം വേളില്ല. മറ്റൊരു സ്ഥലത്തിലോട്ട് നമ്മൾ പോകുന്നത് എന്തുവാണെന്നറിയാമോ? ഒരു വലിയ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ഒരു വലിയ ഗർത്തത്തിലേക്ക് നമ്മൾ പോകുകയാണ്. അങ്ങ് താഴെ പോകും. ഞാൻ പോകത്തില്ല, ഞാൻ വരത്തില്ല, കാണത്തില്ല, ഇനി അവനെ കാണാൻ പറ്റത്തില്ല. കോവിഡും മറ്റും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിഷമമായിരുന്നു. എനിക്ക് നാട്ടിൽ ഇനി പോകാനേ പറ്റത്തില്ല. അപ്പനും അമ്മയും വിചാരിച്ചു ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ പോലും കാണാൻ പറ്റത്തില്ല. ബിസിനസ് തകർന്നു പോയിരിക്കുമ്പോൾ നമ്മൾ പറയും ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ശരിയാ, ഒത്തിരി പേർക്കൊക്കെ ഉണ്ടായിരുന്നു വിദേശത്തും സ്വദേശത്തും ഒക്കെ ഇഷ്ടംപോലെ പേര് ജോലി ചെയ്യുന്ന കമ്പനികൾ, ഇഷ്ടംപോലെ ലാഭം വാങ്ങിച്ച അനുഭവം. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇനി എന്നെ കൊണ്ട് പറ്റത്തേയില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. സഹോദര സഹോദരി, എനിക്ക് നിങ്ങളോട് ഈ സന്ധ്യയ്ക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പറ്റത്തില്ല എന്ന് പറയുന്നതും നമ്മളുടെ തന്നെ ഒരു ഒരു എക്സ്പ്രഷനാണ്. പറ്റുമെന്ന് പറയുന്നതും നമ്മുടേതായിട്ടുള്ള അഹങ്കാരത്തിന്റെയും ഉറപ്പിന്റെയും പൂർണ്ണതയാണ്, അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്കൊരു 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെ ദൈവം ആ രീതിയിൽ സംസാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആ മൃദുത്വത്തോടു കൂടിയുള്ള ഒരു സോഫ്റ്റ്നെസ് ചിന്തിച്ചോണം കേട്ടോ. ഈ വേദപുസ്തകം വായിക്കുന്ന നമ്മൾ ഈ സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ വായിക്കത്തില്ലയോ? വായിക്കുന്നത് നമുക്ക് പ്രത്യേക ഈളവും താളവും ഒക്കെ ഉണ്ട്. നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? സാധാരണയായിട്ട് പണ്ട് പുരാതനമായിട്ട് തൊട്ട് വായിക്കും, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ. ഒരു പ്രത്യേക സ്ലാങ് നമുക്കുണ്ട് കേട്ടോ. ഇത് കത്തോലിക്കർ വായിച്ചാൽ വേറൊരു രീതിയിലാണ്, മാർത്തോമക്കാർ വായിച്ചാൽ വേറൊരു രീതിയാണ്, അല്ല CSIക്കാർ വായിച്ചാൽ വേറെ രീതിയാണ്. നമ്മുടെ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ഒരു സ്ലാങ് ആയത്, ഒരു ഈണത്തിലെ വായിക്കുന്നത്. ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സ്ലാങ് ഉണ്ട്,
പക്ഷെ ഇതിന് ഈ വേദപുസ്തകം യഥാർത്ഥത്തിൽ ഓർത്തോണം, അതിന് ഓരോന്നും കർത്താവ് പറഞ്ഞതിന്റെ ആ ഒരു സ്റ്റാറ്റസിൽ തന്നെ അതിന്റെ ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായിക്കാവുന്ന രീതിയുണ്ട്, പഠനാത്മകമായ രീതിയുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അല്ലയോ പ്രിയമുള്ളവരെ, വഴക്കുണ്ടാക്കല്ലേ, തർക്കിക്കല്ലേ, ഉടക്കല്ലേ. ഞാനൊന്നും ഉറപ്പൊന്നും ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് സമ്മതിച്ചോ. നിങ്ങൾ എന്നോട് നേരിട്ട് വഴക്കുണ്ടാക്കാൻ വരരുത്, ചാടിത്തുള്ളി വരരുത്. ശാന്തമായിട്ടൊന്ന് കേട്ടെ. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. നിങ്ങളിൽ ഒരാൾക്ക് എത്ര ആടുണ്ടെന്നിരിക്കട്ടെ, 100 ആടുണ്ടെന്നിരിക്കട്ടെ, തോക്കി കയറി വെടിവെക്കാനൊന്നും വന്നേക്കല്ലേ, ചാടിത്തുള്ളി വന്നേക്കല്ലേ. തൽക്കാലം കേട്ടോണ്ടെങ്കിരിക്കും. നമ്മളുടെയൊക്കെ ഒരു കാര്യമാണ്, ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴേ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. റെസ്പോൺസ് ഭയങ്കരമാണ്. നമ്മൾ നിസ്സാരമായിട്ടല്ല, ചാടിത്തുള്ളി അങ്ങ് പറയും. ഒരാൾ പറഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ പറയും. അത് കുടുംബത്തിലായി തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്തുവാ? നമുക്ക് കേൾപ്പാൻ ഓർത്തോണം. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും വേണം, ക്ഷമ വേണം. അതില്ലാത്ത ഒരു തലത്തിലേക്ക് പോകുകയാണ്. അതൊഴിവാക്കാനാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഉണ്ടെന്നിരിക്കട്ടെ. ഇത് മാത്രമല്ല, കർത്താവ് മറ്റു പലതിലും പറയുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ രാത്രിയിൽ വന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് 3 അപ്പം ചോദിച്ചാൽ നിങ്ങൾ ആവർത്തിച്ച് മുട്ടിക്കൊണ്ടിരുന്നാൽ കൊടുക്കാതിരിക്കുമോ? ഈ കർത്താവിന്റെ ആ ഒരു ടീച്ചിങ് മെത്തഡോളജിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മളിത് ചെറുപ്പം തൊട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നമ്മൾ തന്നെ പഠിക്കണം. ചില കാര്യങ്ങളിൽ വേദനയുടെ സന്തോഷത്തിന്റെ മധ്യത്തിൽ ഇത് ഉൾക്കൊള്ളണം. ചില ബാധ്യതകൾ വന്നാലും നിരാശപ്പെട്ടു പോകണ്ട. സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറഞ്ഞ പ്രസിദ്ധമായൊരു മലയാള കൃതി, അതിൻ്റെ അകത്തിൽ 2 കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതായത് അതിലൊരു കഥാപാത്രം അങ്ങ് ഭയങ്കരമങ്ങ് എന്താ പറയുന്നത്, ഒരു പെസിമിസത്തിന്റെ അങ്ങേ അറ്റത്ത് വീണ് കിടക്കുക. പുള്ളിക്കാരൻ പറയുക, അങ്ങ് നിരാശപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ മറ്റേ ആൾ പറയും, എടാ ചങ്ങാതി, എല്ലാ കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കുറെയൊക്കെ മേളിലുള്ളവന്റെ കയ്യിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങോർക്ക് പണിയില്ലാതെ വരത്തില്ല എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുക. ആ കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുക, ആ കഥാപാത്ര രചനയിൽ പറയുക, കുറെ കാര്യങ്ങൾ മേളിലിരിക്കുന്നവന് കൊടുക്കുക. നമ്മുടെ കർത്താവ് തന്നെ പറയുകയാ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നിന്റെ ഭാരം യഹോവയെങ്കിൽ വെച്ചുകൊള്ളുക. നമ്മൾ ഈ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകുന്നത് എന്തിനാണ്? എല്ലാം തികഞ്ഞവരായിട്ടാണോ? പൂർണ്ണരായിട്ടാണോ? അല്ല. നമ്മൾ പാപികളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശവസംസ്കാരത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ, സ്വാഭാവികമായ ഞങ്ങളുടെ ബലഹീനതയിൽ കനിവ് തോന്നണമേ. സ്വാഭാവികമായ ബലഹീനതകളൊക്കെ മനുഷ്യർക്കുണ്ട് കേട്ടോ. മനുഷ്യരെല്ലാം തികഞ്ഞവരോ വിശുദ്ധന്മാരോ ഒന്നുമല്ല, അറിഞ്ഞുമറിയാതെ. അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ അപ്രേമിന്റെ മെമ്മറായി പാടുന്നുണ്ട്, ഉറക്കത്തിൽ ഞാൻ പിഴച്ചെങ്കിൽ പൊറുപ്പാൻ കരുണ നീ ചെയ്യണമേ. ഉറക്കത്തിൽ വന്നു പോകുന്ന പാപം, സംസാരത്തിൽ വന്നു പോകുന്ന പാപം, അറിഞ്ഞുമറിയാതെ നമ്മൾ ശരിയാണെന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് പ്രായത്തിലും സമയത്തും ഉണ്ടാകുന്ന പാപം, ഇതെല്ലാം വെച്ചുകൊണ്ടാ പറയുന്നത്, കർത്താവേ, സ്വാഭാവികമായ ബലഹീനതയിൽ കനിവ് തോന്നണമേ. അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ഓർത്തോണം, നമ്മൾ ഓർത്തോണം, നിങ്ങളും ഞാനും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് ദൈവത്തെ നീതീകരിക്കാനല്ല. നമ്മൾ ദൈവത്തെ വിശുദ്ധനെന്ന് പറഞ്ഞില്ലേലും പരിശുദ്ധനെന്ന് പറഞ്ഞില്ലേലും അവൻ പരിശുദ്ധനാണ്. നമ്മൾ നീതിമാന്മാരെന്ന് കാണിക്കാനുമല്ല, മിടുക്കരും സമർത്ഥനുമാണെന്ന് സാക്ഷിക്കാനുമല്ല, മറിച്ച് പിതാവിന്റെ മുൻപാകെ, പിതാവും മാതാവുമായവന്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പോകുകയാണ്. ഞാൻ ആ ചിന്താധാരയിലോട്ട് കടന്നു വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. ഞാൻ ഒന്നുണ്ടെന്നിരിക്കട്ടെ എന്നുള്ളതിന്റെ ഒരു തലമാ പറഞ്ഞത്. ആരാ പ്രിയമുള്ളവർ ഇതിന് തയ്യാറാകുന്നത്? കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്, കർത്താവിന്റെ ഒരു ആഹ്വാനമാണ്. പഴയ നിയമത്തിൽ പറയുന്നത് പോലെ, യെശയ്യാവിനോട് യിരെമ്യാവിനോടും ഒക്കെ പറയുന്നത് പോലെ, ആരാ എനിക്ക് വേണ്ടി പോകുന്നത്? ഞാൻ ആരെ അയക്കേണ്ടത്? അടിനിത അടിനെ അയച്ചോളൂ. 100 ആടിന്റെ ഉടമ, ഒന്ന് കാണാതെ പോയ ആടിന്റെ ഉപമ. ആ ആടിനെ തേടി നടക്കാൻ തക്കവണ്ണം വിധിക്കപ്പെട്ട ഉടമസ്ഥൻ, ഇതിനുവേണ്ടി തയ്യാറാകുന്നവനെ കർത്താവ് നോക്കിയിരിക്കുക. നമ്മൾ കാണാതെ പോയ ആടിനെ കുറിച്ച് പറയുമ്പോൾ, കാണാതെ പോയ ആടിന്റെ ഉടമയാകാൻ വിധിക്കപ്പെട്ടവനെ കുറിച്ചൊരു വലിയ ധ്യാനമുണ്ടാകണം. ചില ബാധ്യതകളൊക്കെ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേ പറ്റത്തുള്ളൂ. മുടിയനായ പുത്രന്റെ കാര്യം പറയുന്നുണ്ട്.
ഈ മുടിയനായ പുത്രന്റെ വീട്ടിൽ എല്ലാം നല്ല സെറ്റപ്പാ കേട്ടോ, നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ട്, പണിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഒരുത്തന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ആർക്കായിരുന്നു? ആ ഇളയ മകന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ ഒറ്റ മകൻ മതിയായിരുന്നു ആ കുടുംബത്തിന്റെ സമാധാനം മൊത്തം നശിപ്പിക്കാൻ. അവൻ ഒറ്റയൊരുത്തൻ മതിയായിരുന്നു. വീതം ചോദിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പന് വിഷമമായി, ചേട്ടന് വിഷമമായി. അന്നത്തെ അമ്മയുടെ കാര്യം പറയുന്നില്ല. പ്രത്യേകിച്ച് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ തൽമൂദ് പോലെയുള്ള നിയമഗ്രന്ഥങ്ങളിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാത്ത കാലഘട്ടമാണ്. എന്തോ സമൂഹത്തിൽ ഒരു ഭിന്നത ഉണ്ടാകാതിരിക്കാൻ കർത്താവ് ഒരു സ്പെഷ്യൽ ടാക്ടിക്സോടുകൂടി പറയുകയാണ്. അമ്മയുടെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ ആ ഒരു അമ്മ ഒത്തിരി വ്യസനിച്ച് കാണും. അപ്പൻ വ്യസനിച്ചു. അപ്പൻ നോക്കിയിരിക്കുവോ വഴിക്കണ്ണായിട്ട്. ഒറ്റയൊരുത്തൻ മതി. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലും ഇങ്ങനെ കേട്ടോ. നമ്മളൊക്കെ പറയും എല്ലാവരും നല്ലവരാ വീട്ടിൽ. അപ്പൻ നല്ലവൻ, അമ്മ നല്ലവൻ, 3 മക്കളുണ്ട്, അവരും നല്ലവർ. പ്രിയമുള്ളവരെ, ഒരെണ്ണം തലതെറിച്ചു പോയാൽ മതി. പള്ളി വരത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. നിങ്ങൾ തന്നെ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട്. മദ്ബഹായിലൊക്കെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നവർ, നിങ്ങളോട് എന്തോ ഒരു സ്നേഹമുണ്ടായിരുന്നവർ. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അവർ മൊത്തത്തിൽ നിന്ന് മാറിപ്പോകുക. അവസാനം എല്ലാരും വെറുക്കും. കുടുംബത്തിലെ അപ്പം പറയും, പോട്ടടി പോയി തൊലയിട്ട്. സഹോദരങ്ങൾ പറയും, അവന് ബിസിനസ് ഇട്ട് കൊടുത്തു, അവനെ പഠിക്കാൻ വിട്ടു, വീട് വെച്ചു കൊടുത്തു, കല്യാണം കഴിപ്പിച്ചു, അവളെ കൊള്ളാവുന്ന രീതിയിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. എവിടെങ്കിലും പോയി നശിക്കട്ടെ. എന്നാലും പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു കുഞ്ഞിന്റെ മാതാവോ പിതാവോ ആകാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിലോ നമ്മുടെ സമൂഹത്തിലൊക്കെ ആരെങ്കിലും കാണും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശൈലിയൊക്കെ നന്നായിട്ട് അറിയാം, ജീവിതചര്യകളൊക്കെ അറിയാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു പാവം പിടിച്ച അമ്മ നിലവിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവെ, എന്റെ മോൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു. അമ്മയ്ക്കറിയാം, അമ്മ ന്യായീകരിക്കാൻ നിന്നില്ല. ആ കൊച്ചിന് എന്താ, ഒരു പക്ഷേ ഭൂതോപദ്രവം എന്ന് പറയുന്നത് മാനസിക വൈകല്യമായിരിക്കാം, അല്ലെങ്കിൽ സ്വഭാവപരമായ വൈകല്യമായിരിക്കാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്ത മറ്റെന്തെങ്കിലും അസുഖമായിരിക്കാം. പക്ഷെ അമ്മ കർത്താവിന്റെ അടുക്കൽ ഒന്ന് പറഞ്ഞു, എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ മോൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു. കർത്താവ് ചോദിച്ചില്ല, നീ എന്താ നിന്റെ മോളെ കൊണ്ടുവരാൻ? അവളെ കൊണ്ടുവരാൻ വയ്യായിരുന്നു, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. കർത്താവിന് അറിയാമായിരുന്നു ആ പാവം പിടിച്ച സ്ത്രീക്ക് ശക്തിയുള്ള അവളുടെ മകളെ വിളിച്ചുകൊണ്ട് വരാനുള്ള യോഗ്യതയോ ശക്തിയോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവളുടെ പ്രായം ചോദിച്ചില്ല, മറ്റൊന്നും ചോദിച്ചില്ല. കർത്താവ് വ്യാഖ്യാനങ്ങൾ പോയില്ല. അവൾ ആരുടെയും കൂടെ പോന്നോന്ന് ചോദിച്ചില്ല, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല, പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. മനസ്സുകൊണ്ട് സൗഖ്യം കൊടുത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതായി സന്ധിക്കും. നമ്മൾ പറഞ്ഞല്ലോ, വഴിതെറ്റിപ്പോയ കുഞ്ഞിൻ ആടിന്റെ ഉടമയാകാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ കാണും. അതിന്റെ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി കാണും. നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റൂ. മറ്റുള്ളവരൊക്കെ ദൂഷിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നാട്ടുംപുറത്ത് പറയുന്നത്, കാക്കയ്ക്കും തൻകുഞ്ഞ്, കാക്കയ്ക്കും തൻകുഞ്ഞ്. അതേ പ്രിയമുള്ളവരെ, നമുക്കുള്ളത് കാക്കകളാണെങ്കിലും കേട്ടോ, കരിങ്കാക്കകളാണെങ്കിലും നമുക്കുള്ളത് പൊൻകുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം, കുടിച്ചും പിടുത്തും നടക്കുന്നവനായിരിക്കാം. എല്ലാവരും പറയും, നിങ്ങൾ തന്നെ പറയും, വിട്ടേരെന്ന്, ഉപേക്ഷിച്ചേരെന്ന്, ഇനി അവന്റെ കൂടെ പോകണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, മൂപ്പിക്കരുത് കേട്ടോ, മൂപ്പിച്ച് നശിപ്പിക്കരുത്. കുടുംബ സമാധാനം കളയരുത്. കുറച്ചു നാളൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. പണ്ട് അങ്ങനൊന്നും അല്ലായിരുന്നു. വന്നു കഴിഞ്ഞാൽ പിറ്റേ വണ്ടിക്ക് ചാടിച്ചു വിടുമായിരുന്നു. നാത്തൂന്മാർ 2 കുത്തുവാക്ക് പറയും, അപ്പൻ അറിയാത്ത ഭാവം നടിക്കും, അമ്മ തിരിഞ്ഞു നോക്കത്തില്ല. പോട്ടെ, അസാമാന്യ ബാധ്യതയാണോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധി കൂടുതലുള്ളതാണെങ്കിൽ. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ദൗത്യം ഓർത്തോണം. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ലിറ്റർജിയുടെ ഒരു പ്രത്യേകത ഓർത്തോണം. പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ പറയും, ഇത് വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമേ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഹൂത്തോമോയിൽ എത്തുമ്പോഴത്തേക്കും, അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്നേരം കരഞ്ഞു പറയും, അയ്യോ, പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധ റൂഹായും അല്ലാതെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ശക്തിയാണ്, ഭയങ്കര ഇതാ. അയ്യോ, പിന്നെന്തിനാ പരിമല തിരുമേനിയെ വിശുദ്ധനെന്ന് വിളിക്കുന്നത്, മാതാവിനെ വിശുദ്ധ എന്ന് വിളിക്കുന്നത് എന്തിനാ? ഏക പിതാവ് മാത്രമല്ല ഉള്ളോ? അതിന്റെ ആ കോണ്ടസ്റ്റ് ചിന്തിച്ചോണം.
വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അലറി വിളിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനയുടെ പ്രത്യേകതയാ കണ്ണുനീരോടെ പറയുക, അങ്ങനെ പറഞ്ഞാൽ ആരുമില്ല, ദൈവമേ നീ മാത്രമേ വിശുദ്ധനുള്ളൂ, നീ മാത്രമേ വിശുദ്ധനുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ ചിലർ പറയത്തില്ലോ, ഇവിടെ ഒരാൾ മാത്രമേ നല്ലവനുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെല്ലാം മോശക്കാരാന്ന് അർത്ഥമില്ല. നമുക്കറിയാവുന്നവർ അവർ മാത്രമേ ഉള്ളൂ. ഇവിടെ ദൈവമേ നീ മാത്രമേ വിശുദ്ധനുള്ളൂ എന്ന് അലറി വിളിച്ചു പറയുക. അപ്പൊ ദൈവത്തിന്റെ മനസ്സലിയുമെന്ന്, ദൈവമേ നീ അല്ലാതെ ആരാ വിശുദ്ധൻ? തൃത്വ ദൈവമേ നീ അല്ലാതെ വലിയവൻ ആരാ? ഞാൻ ഒന്നുമില്ലാത്തവനാ, ബലഹീനനാ, പാപിയാ. അതുകൊണ്ട് നിലവിളിച്ചു പറയുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ പാടും ഊത്തോമയുടെ ഒരു സമാപ്ത പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും പാടും, ഞാൻ ഒറ്റ വരിയെ പാടുന്നുള്ളൂ, ഗതിയറ്റോർക്കും, ബാക്കി എന്തുവാ, ശ്രീയരുളണമേ. പ്രിയമുള്ളവരെ, ഗതിയറ്റോർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സുറിയാനി വാക്ക് കണ്ടെത്തുമ്പോഴാണ് പ്രത്യേകമായ അർത്ഥം മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ഗതിയറ്റോർ എന്ന് വെച്ചാൽ നട്ടാൽ കുരുക്കാത്ത ചില ആളുകളുണ്ട്. നട്ടാൽ കുരുക്കത്തില്ല, എന്ത് ചെയ്താലും നന്നാക്കാൻ പറ്റത്തില്ല, ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റത്തില്ല, അത്രമാത്രം താളടിഞ്ഞു പോയവരുണ്ട്. പക്ഷെ ഈ കുർബാനയുടെ പൂർണ്ണതയിൽ പറയുക, ദൈവമേ നട്ടാ കുരുക്കുന്നില്ല, എവിടെ പോയിട്ടും ഗതി പിടിക്കുന്നില്ല, രക്ഷപ്പെടുന്നില്ല, അങ്ങനെയുള്ളവർക്ക് പോലും നീ എന്തോ കൊടുത്തോണം, നീ ഐശ്വര്യം കൊടുക്കണം. നശിച്ച് താളടിഞ്ഞു പോയവന് പോലും രക്ഷപ്പെടണം. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ കൂടുതലായിട്ട് അത് വ്യാഖ്യാനിക്കുന്നില്ല. ഒരു കൊച്ചു ആശയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാണാതെ പോയ ആട് ഒന്നേ ഉള്ളൂ, 100 ആടുകൾ ഒരു ഉടമസ്ഥനുണ്ട്. നമുക്കൊക്കെ താല്പര്യമാണ് 100 ആടിന്റെ ഉടമസ്ഥനായിരിക്കാൻ താല്പര്യമാണ് കേട്ടോ. പക്ഷേ അതിലൊന്ന് കാണാതെ പോകുമ്പോൾ, കാണാതെ പോയത് കർത്താവ് തെരഞ്ഞു പോയെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നമുക്ക് സിമ്പിളാണ്. കർത്താവ് തെരഞ്ഞു പോകുന്നുണ്ട്, അവൻ നല്ല ഇടയനാണ്, അവൻ തേടി പോകുന്നുണ്ട്, എന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വരുന്നുണ്ട്, അതൊക്കെ വേറൊരു തലം. പക്ഷേ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഒറ്റ കാര്യമേ ഓർപ്പിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ആ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ ആ ഉപമയിലെ ആ വ്യക്തിയാകാൻ എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ ദൗത്യമുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും. പ്രാർത്ഥനയോട് ഓർത്തോണം. ദൈവം നമ്മളെ ചുമതലപ്പെടുത്തിയേക്കുക. പൊട്ടിപ്പോയതിനെയും തളർന്നു പോയതിനെയും ഒടിഞ്ഞു പോയതിനെയും വെറും കെടാൻ പോകുന്നതിനെയും പുകയുന്ന തിരി കെടുത്തു കളയാത്ത ദൈവത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം സാധിക്കണം. രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ചിന്ത മനസ്സിലായ, കൊച്ചു ചിന്ത മനസ്സിലിരുന്നാൽ മതി കേട്ടോ. ഇടയനാടിനെയൊക്കെ തെറ്റിഞ്ഞു പൊയ്ക്കോളും, നമ്മൾ അതിനെക്കുറിച്ച് ബാധ്യതയൊന്നും വേണ്ട. നമ്മളോട് കർത്താവ് എന്നേ ചോദിക്കുന്നുള്ളൂ. ആ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞ തലത്തിൽ നമ്മൾക്ക് തയ്യാറാണ്. നമ്മളോടാണ് പറയുന്നത്. 100 ആട് ഒരുത്തനുണ്ടെന്നിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എന്നിലും നിങ്ങളിലും എത്ര പേര് തയ്യാറാകും ആ ഇടയനായി, ആ അനുഭവസ്ഥനായി മാറി സമൂഹത്തിന് രക്ഷപ്പെടുത്താൻ? ഞാൻ നിങ്ങളോട് ഇന്നൊരു ഹോംവർക്ക് പോലെ പറയട്ടെ. നിങ്ങളെ ആരെങ്കിലും വിളിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു രക്ഷയുമില്ലാതിരിക്കുന്ന അവസരത്തിൽ ഉണ്ടെങ്കിൽ, പ്രതിസന്ധിയുടെ വലിയ അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങളെ ഹൃദയത്തിൽ തൊട്ടു വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, ഇനിയും ഒരിക്കൽ പോലും തിരിച്ചു വരത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഒന്നുകൂടി എന്തിറങ്ങിപ്പോട്ടെ, കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടോ. എൻ്റെ കർത്താവേ, ആ മാറിപ്പോയ ആടിന്റെ ഉടമയായിട്ട് ഞാൻ മാറുകയാണ്, ആ ആടിന്റെ സംരക്ഷകനായിട്ട് ഞാൻ മാറുകയാണ്, ആ ആടിന്റെ എല്ലാമായിട്ട് ഞാൻ മാറുകയാണ്, ഞാൻ പോകും. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നു, കാണാതെ പോയ 99നെയും എവിടെ വിട്ടിട്ട് പോകുന്നാ പറയുന്നേ? എവിടെ വിട്ടിട്ട് പോകുന്നാ പറയുന്നേ? മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ തിരക്കി പോകാതിരിക്കുമോ? മൊത്തം എത്ര ആടുണ്ട്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സിമ്പിളായിട്ട് പറയുന്നേ, മൊത്തം 100 ആടേ ഉള്ളൂ. അതിലൊന്ന് കാണാതെ പോയി. അപ്പൊ ബാക്കിയുള്ള 99നെയും എവിടെ വിട്ടു? മരുഭൂമിയിൽ വിട്ടു. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു ചോദ്യം കേട്ടോ. നമ്മൾ ഈ ആലോചിച്ചോണം, ഈ ബൈബിൾ വായിക്കുമ്പോഴേ നമ്മൾ ഓർത്തോ, ഈ പഴയ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അകത്തില്ല. ഈ സൺഡേ സ്കൂൾ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയാ മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സണ്ണ്, ദ ലോസ്റ്റ് ഷീപ്പ്. പുതിയ നിയമത്തിന്റെ ഗ്രീക്ക് പുസ്തകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തലക്കെട്ടൊന്നുമില്ല. അവിടെ കാണാതെ പോയ ആടെന്നോ മുടിയനായ പുത്രനെന്നോ കാണാതെ പോയ തലക്കെട്ട് നാണയമെന്നോ ഒന്നുമില്ല.
ലോസ്റ്റ് കോയിൻ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുസ്തകമുണ്ടല്ലോ, അതിൻ്റെ അകത്തിൽ ഇങ്ങനെയുള്ള തലക്കെട്ടൊന്നും കാണുന്നില്ല. ഒറിജിനൽ സ്ക്രിപ്റ്റിലും അങ്ങനെ കാണുന്നില്ല, ഈ തലക്കെട്ടൊന്നുമില്ല. പിന്നീട് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഇടയൻ ആടുകളെ സാധാരണയായിട്ട് എവിടെയാ വെച്ചിട്ട് പോകുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇവിടെ നിങ്ങളോടൊക്കെ ഈ കന്നുകാലി വളർത്തുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, സാധാരണയായിട്ട് കന്നുകാലികളെ കൊണ്ട് കെട്ടണമെങ്കിൽ നമുക്ക് നാട്ടുംപുറത്ത് വളർത്തുമ്പോഴേ അവിടെ വെള്ളം വേണം, തണല് വേണം, പുല്ല് വേണം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഒന്നുകിൽ തുറന്നു വിടും, അല്ലെങ്കിൽ കുറ്റിയടിച്ച് കെട്ടും. മനസ്സിലായോ? കുറ്റിയടിച്ച് കെട്ടും. എന്നിട്ട് ആ കുറ്റിയടിച്ച് കെട്ടുമ്പോൾ പശുക്കളെയൊക്കെ കെട്ടിക്കഴിയുമ്പോൾ ആ ഭാഗത്തുള്ള പുല്ലെല്ലാം അത് 1 മണിക്കൂർ കൊണ്ട് തിന്ന് തീർക്കും. ഇതിനെ വെറുതെ തുറന്നു വിട്ടാൻ എന്ത് കൊടുക്കുന്നറിയാമോ? അത് മൊത്തം ചാണകവും ഇട്ട് ചവിട്ടി തേച്ച് വൃത്തികേടാക്കി അത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അതങ്ങ് പോകും. തിന്ന് പോയി വല്ലവന്റെ അയ്യത്ത് കയറി അവന്റെ വാഴയോ കപ്പയോ ഒക്കെ തിന്നുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യുന്നത്, സാധാരണയായിട്ട് ഒന്നിൽ ഒരു കുറ്റി അടിക്കും, അല്ലെങ്കിൽ ഒരു കമ്പയെ പിടിച്ച് അവിടെ കൊണ്ട് കെട്ടിയിടും. അപ്പൊ ഒരിക്കലും കൊണ്ട് മരുഭൂമിയിൽ വെക്കട്ടത്തില്ല. എടാ, മരുഭൂമിയിൽ നമുക്കറിയാം ഒരു തുള്ളി വെള്ളമില്ല, തണലില്ല, ഒന്നുമല്ല. അല്ലെങ്കിൽ ആലോചിച്ചു, ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുമ്പോൾ ചില ശ്രദ്ധിച്ചാൽ മതി, ഒരിക്കലും ഗ്രൗണ്ടിലൊക്കെ കെട്ടത്തില്ല. പോച്ചയില്ലാത്ത ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടത്തില്ല. കാരണം ഭയങ്കര ചൂടടിച്ച് ഈ കന്നുകാലിക്കൊക്കെ ഡീഹൈഡ്രേഷൻ വരും, അത് തളർന്നു വീണു പോകും. അപ്പൊ തണല് വേണം, വെള്ളം വേണം, തിന്നാനുള്ള ഭക്ഷണം വേണം. അതും പോരാഞ്ഞ് നമ്മളൊക്കെ ഇടയ്ക്ക് പോയി അതിന് ഇച്ചിരി കാടിയും മറ്റും കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അതാ ഒരു കർഷകന്റെ ഒരു എന്താ പറയുന്ന ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രത്യേകത അതാ. ഇവിടുത്തെ ആ പ്രത്യേകത നോക്കണ്ട. 99 എവിടെ വിട്ടു? 99 എവിടെ വിട്ടു? മരുഭൂമിയിൽ വിട്ടു. എന്നിട്ട് ഒന്നിനെ മാത്രം തിരക്കിപ്പോയി. നിങ്ങൾ അതിൽ നിന്ന് എന്തോ പഠിച്ചു? ഇടയനെന്താ ഈ പറയുന്ന ഇടയ കൺസെപ്റ്റില് അത്രമാത്രം ക്രൂരനാണോ? എടാ, 100 കൊണ്ട് മരുഭൂമിയിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് തിന്നോ, വെയിലത്ത് നിന്നോ, ചത്തുവെക്കുള്ളൂ എന്നൊന്നും ഇടയൻ പറയത്തില്ല. പിതാക്കന്മാരുടെ വ്യാഖ്യാനം എന്താണെന്നറിയാമോ? ഇടയൻ 100 കെട്ടിയിട്ടത് അല്ലെങ്കിൽ തുറന്നു വിട്ടത് എവിടെയായിരുന്നു എന്നറിയാമോ? പുല്ലും വെള്ളവും തണലും ഒക്കെ ഉള്ള സ്ഥലത്താ, താഴ്വാരത്തിൽ കെട്ടിവിട്ടതാ. 100 ഒരുമിച്ച് യാത്ര ചെയ്തു. തിന്ന് എവിടെത്തി? മരുഭൂമിയിലെത്തി. നിങ്ങൾ ആലോചിക്കണം, ഈ വേദവാക്യം നമ്മൾ ധ്യാനത്തോടും പ്രാർത്ഥനയോടും ചിന്തിക്കണം. 100 എവിടെ എത്തി? മരുഭൂമിയിലെത്തി. പക്ഷെ ഒന്നിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു ബൗണ്ടറി ലൈൻ കടന്നങ്ങ് പോയി. എന്ന് വെച്ചാൽ 100 കൂടെ ഒരുമിച്ച് അത് വെള്ളം കുടിച്ച് പുല്ല് തിന്ന് ആ പുല്ലിന്റെ പ്രത്യേകത തിന്ന് രുചി പിടിച്ചു പോയത് എങ്ങോട്ടാ പോയത്? മരുഭൂമിയിലെ ചൂടിലേക്കാണ്. പക്ഷെ 99 ഒരു സ്ഥലത്ത് ചെന്നപ്പോ മനസ്സിലായി, അയ്യോ, ഇനിയും മുമ്പോട്ട് പോകരുത്. ഇനി മുമ്പോട്ട് പോയാൽ വലിയ ബാധ്യതയാണ്, വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കണം. വഴിയൊന്നും അറിയത്തില്ല. അതുകൊണ്ടാ പറയുന്നത്, ഇടയൻ ഉണ്ടായിരുന്നെങ്കിൽ മരുഭൂമിയിൽ വിടത്തുമില്ലായിരുന്നു. 99 ഇടയൻ അന്വേഷിച്ചു എന്നത് ഒന്നിനെ മാത്രമല്ല, എത്രണ്ണത്തെ അന്വേഷിച്ചു പോയിട്ടുണ്ട്? 100 അന്വേഷിച്ചു പോയി. 99 ഒരു ഭാഗത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അതിനെ മരുഭൂമിയിൽ വിട്ടേച്ചു പോവുകയാണ്. ഇനി ഒന്നിനെ തിരക്കി പോവുകയാണ്. ഞാൻ അതിൽ നിന്നൊരു ചെറിയ ചിന്ത മാത്രമേ പറയുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയൊക്കെ ഉണ്ടല്ലോ, അങ്ങ് തുറന്നു വിട്ട് പോവുക. നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം കേട്ടോ. തിന്നും കുടിച്ചും ഒക്കെ പോകാം, ആസ്വദിച്ചു പോകാം, സന്തോഷിച്ചു പോകാം. ഒരു ലിമിറ്റ് വേണം. ആ ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ച ഒരു ഉപമ, ഒരു അനുഭവ സാക്ഷി ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ അടുത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഇലവന്തിട്ട എന്ന് പറയുന്ന പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലം കേട്ടോ. അദ്ദേഹം വെളിയിലൊക്കെ ആയിരുന്നു. നാട്ടിൽ വന്ന് വെള്ളമടിച്ച് ഭയങ്കര നാശമാണ്. 2 കുഞ്ഞുങ്ങളും ഉണ്ട്. കൊച്ചു പിള്ളേർ പഠിക്കുക. ജീവിത പങ്കാളിക്ക് ജോലിയൊന്നുമില്ല. നല്ലൊരു കുടുംബത്തിൽപ്പെട്ട മനുഷ്യൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യന്റെ കുടിച്ച് സർവനാശം, എല്ലാ ദുഷികളിലേക്കും പോകുക. അങ്ങനെയുള്ള മനുഷ്യൻ കുടിച്ചു പൂസായി ഒരു രാത്രി ഇലവന്തിട്ടയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്ന് ചാടി. ഞാൻ സ്ഥലം അങ്ങ് പറഞ്ഞതാണ്. അപ്പൊ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മുമ്പോട്ട് പോകണം. അപ്പൊ കാലുറക്കുന്നില്ല.
എല്ലായിടത്തും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അത്രയും ആയിട്ടില്ല അവിടെ. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ലൈറ്റുകളുടെയൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇയാളിങ്ങനെ നടന്നു പോവുകയും കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് വെളിവില്ല. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് തോന്നി, ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല, എവിടെയോ കുഴിഞ്ഞു പോകുകയാണ്. അവനിങ്ങനെ കാല് പൊക്കിയെടുക്കാനൊക്കെ നോക്കി, കുറേ നേരം ഭയങ്കരമായിട്ട് അരച്ചൊക്കെ നോക്കി, പറ്റുന്നില്ല. പെട്ടെന്നപ്പോഴത്തേക്ക് ഈ കെട്ടൊക്കെ അങ്ങ് മാറി, മദ്യപാനത്തിന്റെ കെട്ടൊക്കെ മാറി നോക്കിപ്പോണ്ടാ ഒരു വലിയ ചിറക്കകത്ത് പോയി, വലിയ കണ്ടം പാടശേഖരത്തിന്റെ ഒരു നടുക്ക് ഭാഗത്തോട്ടങ്ങ് പോകുക. ചുറ്റുമങ്ങ് അന്ധകാരമാണ്, മൊത്തം ചെളിയാ. ഇവനങ്ങോട്ട് കാൽ ഊരിയെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് ആ മനുഷ്യൻ തന്നെ പറഞ്ഞത്, ഒരു പ്രായമുള്ള പ്രകാശമുള്ള ഒരു സ്ത്രീ, ഒരു അമ്മച്ചി, ഒരു റാന്തൽ വിളക്കുമായിട്ട് വന്ന് അടുത്ത് നിൽക്കുക. എന്നിട്ട് അവനോട് പറയുക, മോനെ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? പകല് പോലും ഇവിടെ ആരും വരാത്ത സ്ഥലമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ, ഒരു കണ്ടം. അല്ലെങ്കിൽ അങ്ങോട്ട് പകല് പോലും പോകാൻ ബുദ്ധിമുട്ടാണ്. ഇയാൾ എങ്ങനെയോ ബോധം കെട്ട് അവിടെ ചെന്ന് പെട്ടതാ. നീ കയറി പോകാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി കയ്യിലൊക്കെ പിടിച്ച് കാലൊക്കെ കഴുകുക, തുണിയൊക്കെ ഒന്ന് കഴുകുമെന്ന് പറഞ്ഞൊരു ചെറിയ തോടൊക്കെ ഉണ്ട്, അവിടെ കൈ കഴുകി, കാല് കഴുകി, വസ്ത്രമൊക്കെ കഴുകി, എന്നിട്ട് ഇവർ വിളക്ക് കാണിച്ചുകൊണ്ട് പോകുകയാണ്. മുമ്പിൽ ഇങ്ങനെ പോകുക, ഇദ്ദേഹം പുറകെ നടക്കുക. കുറച്ചു നേരം നടന്നപ്പോൾ ഇദ്ദേഹത്തോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ മദ്യപാനം പാടില്ല, കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കണം, നല്ല കാര്യങ്ങൾ. ഇപ്പം ഇദ്ദേഹം മറുപടിയും പറഞ്ഞുകൊണ്ട് നടക്കുക. കുറച്ച് കഴിഞ്ഞ് മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വഴിയിലെത്തി. അപ്പോൾ അവിടെ വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, ആട്ടെ ഇനിയും നിനക്ക് വഴിയൊക്കെ അറിയാമല്ലോ, ഇതുവഴി നേരെ അങ്ങ് പൊയ്ക്കോ, ഇനിയും വളരെ ശ്രദ്ധിച്ചോണം, പ്രാർത്ഥിച്ചോണം. ആ മനുഷ്യൻ ഭയങ്കര, അപ്പോഴത്തേക്ക് കെട്ടൊക്കെ പോയി, നല്ല ഓർമ്മ വന്നു, വെളിവ് വന്നു, അങ്ങ് വീട്ടിലോട്ട് പോകാനുള്ള വഴിയൊക്കെ അറിയുന്നു. അപ്പൊ ആ മനുഷ്യൻ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി, നന്ദി പറയാനൊക്കെ ഉണ്ട്. അപ്പൊ അവൻ അതുവരെയും ചിന്തിക്കുന്നില്ല, ആരുടെ ഈ രാത്രിയിൽ ഒരു അമ്മച്ചി വിളക്കുമായിട്ട് വരാൻ, ചൈതന്യമുള്ള ഒരു സ്ത്രീ വരാൻ. തിരിഞ്ഞു നോക്കി ഒരുത്തരെയും കണ്ടില്ല. ആ മനുഷ്യൻ പറഞ്ഞത് പങ്കുവെച്ച അനുഭവം വെച്ചാൽ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പരിശുദ്ധ കന്യകമർത്തമറിയാമല്ലാതെ മറ്റാരുമില്ല. എൻ്റെ അപ്പനെന്നും അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും, യാചനകൾ നടത്തിക്കൊണ്ടിരിക്കും, അമ്മയല്ലാതെ മറ്റാരുമില്ല. അവൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നേരത്തെ സ്വപ്നം കാണുന്നത് മൊത്തം ദുസ്വപ്നങ്ങളാണ്. അതായത് കൈകളും കാലുകളും ഇല്ലാത്ത മനുഷ്യ ശരീരം തീ ആളിക്കത്തുന്നു, ആരൊക്കെയോ കൊല്ലാൻ വരുന്നു. നിരാശയുടെ ഒരു വലിയ അനുഭവമാണ് ആ മനുഷ്യൻ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങൾ. ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം പറയട്ടെ പ്രിയമുള്ളവരെ, എല്ലാത്തിനും നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ഓർത്തോണം കേട്ടോ. ഈ കാണാതെ പോയെന്നും മുടിയനെന്നും ഒക്കെ പറയുന്നത് എന്തുവാണെന്നറിയാമോ? ഒരു പരിധി വിട്ടുപോകുന്നവരാണ്. പക്ഷെ നമ്മൾ ഓർത്തോണം, നിൽക്കുന്നു എന്നുള്ളവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമുക്കാരെയും മുടിഞ്ഞതെന്നോ നശിച്ചതെന്നോ കാണാതെ പോയതെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. പിടിക്കപ്പെടാതിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസോസ്റ്റം തിരുമേനി ജയിൽ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ തമാശ നിങ്ങൾ കേട്ട് കാണും. ക്രിസോസ്റ്റം തിരുമേനി ജയിൽ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ അവരോട് പറഞ്ഞൊരു തമാശ, എടാ മക്കളെ, നിങ്ങളൊക്കെ പിടിക്കപ്പെട്ട കള്ളന്മാരാണ്, ഞാനാണെ പിടിക്കപ്പെടാത്ത കള്ളൻ. ജീവിതത്തിൽ ഒത്തിരി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, റെഡ് ഹാൻഡായിട്ട് പിടിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വലിയ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത്, കൈക്കൂലി വാങ്ങുന്നത്, പത്രത്തിലൊക്കെ വാർത്തയൊക്കെ നമ്മൾ കാണും. അധികം ചിരിക്കരുത് കേട്ടോ, അധികം സന്തോഷിക്കരുത് കാണുമ്പോൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ മോശമായി ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യമാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്രയും ബലഹീനത പോലും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ, പോക്സോ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ മയക്കുമരുന്നിന് പിടിക്കപ്പെടുന്നത് കാണുമ്പോൾ, വിവാഹമോചനം നടക്കുന്നത് കാണുമ്പോൾ, എല്ലാ പരാജയത്തിലുമാണെന്ന് കാണുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു. പ്രിയമുള്ളവരെ, നമ്മളും അതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തിലൊക്കെ പോയി നിൽക്കുമായിരുന്നു. ദൈവത്തിന്റെ ആർദ്ര കരുണ കൊണ്ട് പിടിച്ചു നിർത്തിയതാ. മോനെ പോകരുത്. ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആലോചിച്ചോണം, ഈ 99 നീതിമാന്മാരെന്ന് വിലയിരുത്തപ്പെട്ട ആളുകളുടെ ജീവിതാനുഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളിന്ന് ആലോചിച്ചോണം, ഈ പള്ളി വരുന്നതും പ്രാർത്ഥിക്കുന്നതും ചില നന്മകൾ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല കേട്ടോ, നന്നായിട്ട് ജീവിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. മനസ്സിൽ ഇച്ചിരിയൊക്കെ ഓർമ്മയുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കിടക്കുവോ, സന്ധ്യക്ക് കയറി കിടക്കുവോ, അപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഓർക്കും, അയ്യോ എൻ്റെ അപ്പച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ, അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു, ദൈവത്തെ വിളിപ്പിക്കുമായിരുന്നു. ആ ഒരു ചിന്ത കിടപ്പുണ്ട്. അല്ലെങ്കിൽ പിള്ളേർ എന്തോ വിചാരിക്കും, ഭാര്യ എന്തു വിചാരിക്കും,
പള്ളിയിലെ അച്ഛന്മാരെന്ത് വിചാരിക്കും? എന്തെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെങ്കിലും വിചാരിച്ച് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇതിലൊക്കെ ചെയ്തോ, പ്രാർത്ഥിച്ചു, അങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ പ്രാർത്ഥിച്ചു. പക്ഷെ ജീവിതത്തിന്റെ ഒരു വഴിത്താരയിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്, ദൈവമേ ഇനി മുൻപോട്ട് പോകല്ലേ. നമ്മളെ സ്വയം നീതീകരിക്കുകയും വേണ്ട. പൗലോസ് പോലും പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ടം മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അതെ, പൗലോസ് ശ്ലീഹ ഹൃദയത്തിൽ തൊട്ടാ പറയുന്നത്. എത്ര പീഡനങ്ങളൊക്കെ ഏറ്റിട്ട് പോലും എന്നിട്ടും പറയുകയാ, അനേകം ട്രാപ്പുകളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ, ആസക്തികൾ എന്നിട്ടുമുണ്ട്, എന്നിട്ട് നിലവിളിക്കുകയാണ്. ചില സമയത്തൊക്കെ നിലവിളിച്ചോണം കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അങ്ങ് ഉറക്ക കരഞ്ഞോണം, പൊട്ടിക്കരഞ്ഞോണം. ചിരിച്ചുകൊണ്ടും മലറി വിളിച്ചുകൊണ്ടും ഇറങ്ങി വരുന്ന പ്രാർത്ഥനയല്ല വേണ്ടത്. വിമർശനത്തിന്റെ പ്രാർത്ഥനയല്ല വേണ്ടത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന പ്രാർത്ഥനയല്ല വേണ്ടത്. പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ഇത് തന്നു എന്ന് ചിന്തിക്കുന്ന പ്രാർത്ഥനയല്ല വേണ്ടത്. മറിച്ച് കരച്ചിലിന്റെയും വിലാപത്തിന്റെയും പ്രാർത്ഥന. ചിലർ ചോദിക്കും, അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയല്ലേ തന്നത്, പിന്നെ എന്തിനാ കരയുന്നത്? അപ്പനോടുള്ള സ്നേഹം കൂടുമ്പോഴും പൊട്ടിക്കരഞ്ഞു പോകും. അപ്പച്ചന്റെ സ്നേഹം ഓർത്ത് കരയണം, കരുതൽ ഓർത്ത് കരയണം. ദൈവമേ, ഞാൻ മുമ്പോട്ട് പോകാതെ നീ ഒന്ന് പിടിച്ചു നിർത്തിയല്ലോ. ചില സമയത്ത് നമ്മളൊന്ന് ആലോചിച്ചോണം, ചില അപകടങ്ങൾ വരുന്നു. എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, വിമാന അപകടങ്ങളൊക്കെ വരുന്നു. ടിക്കറ്റൊക്കെ എടുത്തവരായിരുന്നു ചിലരൊക്കെ. ലാസ്റ്റ് സമയം ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടവരുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഗുജറാത്ത് ഇവിടെ എല്ലാവരും നടന്നത് ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്നു. ഒരാളൊഴികെ എല്ലാവരും മരിച്ചു. അതില് ഫ്ലൈറ്റ് മിസ്സായവരുണ്ട്. വാഹനാപകടങ്ങൾ ഇപ്പോഴും, പ്രത്യേകിച്ച് പത്തനംതിട്ട കുമ്പഴ നടന്ന കോമോസ് ബസ് അപകടം അവിടെയൊക്കെ ഉള്ളവരുടെ മനസ്സിൽ കാണും. എത്ര പേരാ മലയാളപ്പുഴ പത്തനംതിട്ട റൂട്ടിലന്ന് മരിച്ചത്. അതിലൊരാളുടെ കഥ പറഞ്ഞത്, ഭാര്യയും ഭർത്താവൂടെ വണ്ടിയെ കയറി, രണ്ടുകൂടെ കയറി കഴിഞ്ഞ് കഥ ഉടച്ചില്ലെന്ന് അന്നേരം ഓർത്തെ, കൂര ഉടക്കം. അപ്പൊ കഥ ഉടച്ചില്ലെന്നും പറഞ്ഞു, സാധനം എടുത്തില്ലെന്നും പറഞ്ഞു ഇറങ്ങിപ്പോയി. അത് രണ്ടും രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ മധ്യത്തിൽ അങ്ങ് പോയതാ, കുഴഞ്ഞു വീഴുവാൻ പോയതാ. അപ്പോഴും ദൈവം ഒന്ന് കൊട്ടി എഴുന്നേൽപ്പിക്കും, തലയ്ക്കൊരടിയൊക്കെ തരും കേട്ടോ. ചില സമയത്ത് പറയും, ചിലപ്പോൾ നമ്മൾ ആലോചിച്ചോണം, ദൈവമേ എനിക്ക് എന്തിനാ ഇപ്പോൾ ഒരു അസുഖം തന്നേ, ഈ ഒരു പരാജയം തന്നത്, ഈ പിള്ളേരെ കൂടി ഇത്രയും ഉടക്കിക്കുന്ന എന്തിനാ, അല്ലെ സഹോദരങ്ങൾ എതിരാകാൻ കാരണം എന്താ? മറ്റൊന്നിനുമല്ല കേട്ടോ. ഇനിയും മുൻപോട്ട് പോകരുത്, അവിടെ തന്നെ നിന്നോണം. നമ്മൾ പാടുന്നത് ഇങ്ങനെയാ, വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടൊരു ഗുണവും, എൻ വ്രണമോ കഠിനം, നൽവൈദ്യാ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്കൽ വരുന്നോൻ സുഖമേൽക്കുന്നൂനം. രണ്ട് കൊച്ചു ചിന്തകളാണ് നിങ്ങളോട് പറഞ്ഞത്. 100 ആടുണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, കാണാതെ പോയ ആടിന്റെ ഉടമയാകാനും അന്വേഷിച്ചു പോകാനും തയ്യാറാകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഞാനും ഉണ്ടോ? നമ്മൾ തയ്യാറായേ പറ്റൂ. ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ 100% ഉറപ്പ് പറയുന്ന ചില വാക്കുകൾക്കൊക്കെ ഒരു തിരുത്തൽ ആവശ്യമാണ്. കർത്താവ് പോലും ഒരു സപ്പോസ് ഇട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരുത്തൽ നമ്മൾ തയ്യാറായേ പറ്റൂ. 2, 100 ആടിൽ 99 മരുഭൂമിയിൽ വിട്ടേച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ 100 ആടും മരുഭൂമിയിൽ എത്തപ്പെട്ടു. ഇതൊക്കെ തിന്ന് കയറി പോയതാ. പക്ഷേ ഒരു പ്രത്യേക വഴിത്താരയിൽ എത്തിയപ്പോൾ ഇനി മുമ്പോട്ട് പോയാൽ ബാധ്യതയാണെന്ന് മനസ്സിലായി. ഒരു സഡൻ സ്റ്റോപ്പ് ഇട്ടതുപോലെ അവിടെ നിന്നു. കേൾക്കുന്ന എന്നോട് തന്നെയും നിങ്ങളോടും പറയട്ടെ, നിർത്തിക്കോണം, ഉപേക്ഷിച്ചോണം, വിട്ടോണം. കെറുവാണെങ്കിലും പകയാണെങ്കിലും നിന്നെ ദുഷിയും പറയുന്നതാണെങ്കിലും കൊള്ളരുതാത്ത ജീവിതമാണെങ്കിലും അവിടെ നിർത്തുന്നോണം. ഇനിയൊരവസരം കിട്ടുമെന്ന് അറിഞ്ഞുകൂടും. 3-ാമതൊരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്.
99 മരുഭൂമിയിൽ വിട്ടേച്ചു പോയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒന്നാമത്തെ ഒന്ന് കാണാതെ പോയതിന്റെ പിന്നാലെ പോവുകയാണ്. അല്ലെങ്കിൽ തമ്പുരാന്റെ ഈ കണക്കുകൂട്ടൽ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറമാകട്ടെ. എന്നാൽ 99 ഉണ്ട്, ഒന്ന് മാത്രമല്ല പോയിട്ടുള്ളൂ. എടാ, ഇനി തിരിച്ചു വരുമ്പോ മരുഭൂമിയാ, വന്യമൃഗങ്ങളുണ്ട്. ഇട്ടിട്ട് പോയാൽ ബാധ്യതയാകത്തില്ലേ? നഷ്ടം ഇരട്ടിയായിട്ട് വരത്തില്ലേ? ഒന്നിനെ തേടിപ്പോയി 99 നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വരത്തില്ലേ? നമ്മുടെ ഇന്നത്തെ ഒരു വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? എടാ, ഇനി ചിലതിന്റെ പിന്നാലെ പോയാൽ മറ്റേതൂടെ പോകുമോ? ഒന്നിനെ തേടിപ്പോയാൽ 99 പോകുമോ? ഞാൻ ഇന്നവന്റെ പിന്നാലെ പോയാൽ മറ്റവൻ ശത്രുവാകുമോ? അല്ലെങ്കിൽ ഞാൻ ഇന്നവനെ കരുതാൻ പോയാൽ അവൻ എന്നെ തിരിഞ്ഞു നോക്കുമോ? നമ്മളൊരു പ്രത്യേകമായ കണക്കുകൂട്ടലല്ല ജീവിക്കുന്നത്. ദൈവത്തിന്റെ ഒരു കാൽക്കുലേഷൻ എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ 99നെ നഷ്ടമോ ലാഭമോ എന്ന് നോക്കാതെ അവിടെ തന്നെ വിട്ടിട്ട് പോകുന്നു. അതിന്റെ തൊട്ടടുത്ത് ഉപമയിൽ പറയുന്നു, ഒരു സ്ത്രീക്ക് 10 നാണയമുണ്ട്. പാവം പിടിച്ചൊരു വിധവ. ഒന്ന് കാണാതെ പോയാൽ എന്തുകൊടുക്കുമെന്നാ പറയുന്നത്? പകല് മൊത്തം അവള് തൂത്തുവാരി നോക്കി, എന്നിട്ട് അത് കണ്ടുകിട്ടി കഴിഞ്ഞപ്പോ നാട്ടുകാരെ മൊത്തം വിളിച്ച് സന്തോഷിക്കാൻ പറയും. ഇതിന്റെ ഒരു, നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? അപ്പൊ ഒരു നാണയം, പാവം പിടിച്ച ഒരു സ്ത്രീക്ക് ഒരു ദിവസം കൊണ്ട് ഒരു നാണയം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എത്രയോ ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും. ഒരു നാണയം കാണാതെ പോയപ്പോൾ അവൾ വീട് മൊത്തം അരിച്ചു പറക്കി നോക്കി. അപ്പൊ അന്നത്തെ പണിക്ക് പോകാൻ പറ്റിയില്ല. അത് വല്ലതും കിട്ടുമായിരുന്നു. അന്നേരവും വല്ല പൈസ കിട്ടേണ്ടതാ. ഇനി നാട്ടുകാരെ വിളിച്ച് അവരോടൊപ്പം സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ചെലവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഈ 10 നാണയം കിട്ടിയെന്ന് വെച്ചാൽ അവസാനം 20 നാണയം കൊടുത്താൽ പോലും ഒരു ഗ്ലാസ് വെള്ളവും ഒരു നേരത്തെ ഭക്ഷണവും കൊടുക്കാൻ തികയത്തില്ല. കാൽക്കുലേഷന്റെ ഒരു വ്യത്യസ്തതയുണ്ട്. ഒരു യജമാനൻ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു യജമാനൻ. അപ്പം യജമാനെ കാര്യസ്ഥനെ പിരിച്ചുവിടാൻ പോവാം. കാര്യസ്ഥനെ പിരിച്ചുവിടാൻ പോയപ്പോഴേ ഓരോരുത്തരെ വിളിച്ചു ചോദിച്ചു, നീ യജമാൻ എന്ത് കൊടുക്കാനുണ്ട്? യോ, അപ്പൊ അവൻ പറയുന്നുണ്ട്, എന്നെ യജമാനൻ പിരിച്ചുവിട്ടാൽ ഞാൻ എന്ത് കൊടുക്കും? ഇരക്കാൻ നാണിക്കുന്നു, അധ്വാനിക്കാൻ കഴിവുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുപോലൊക്കെ പേടിക്കണം കേട്ടോ. ചില ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ആ ജോലി എന്ന് പറഞ്ഞു വിട്ടാൽ എന്ത് കൊടുക്കും? അധ്വാനിക്കാൻ മറ്റു പണി ചെയ്യാനൊട്ട് അറിയത്തുമില്ല, അല്ലെങ്കിൽ യാചിക്കാനൊട്ട് തോന്നത്തുമില്ല. അതും അറിയാം, യാചിക്കാൻ തോന്നത്തുമില്ല, അധ്വാനിക്കാനുള്ള കഴിവുമില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളണം. കുടുംബജീവിതത്തിൽ ഇരിക്കുന്നവരും ജോലി കാര്യങ്ങളിലുള്ളവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ചിന്തിച്ചോണം, ഇതിൽ തന്നെ പുറത്താക്കിയാൽ ഞാൻ എന്ത് കൊടുക്കും? ഞങ്ങൾ വൈദികരോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ജോഷുവാച്ചൻ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ ഒരു കാര്യം ആലോചിച്ചോണം, വൈദികരാ, നോക്കിയും കണ്ടുമൊക്കെ ജീവിച്ചോണം. ഇതിൽ നിന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാല് യാചിക്കാൻ പറ്റത്തില്ല കേട്ടോ. മറ്റു പണി ചെയ്യാനൊട്ട് അറിയത്തുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, എന്താ ഇവിടുന്ന് പിള്ളേർ പറയുന്ന ഒട്ട് അറിയത്തുമില്ലെന്ന്. അപ്പൊ ഞങ്ങൾക്ക് ജോലി ചെയ്യാനൊട്ട് അറിയത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് കണ്ണുനീരോടൊക്കെ പൊയ്ക്കോണം. ഈ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് മനസ്സിൽ കിടപ്പുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിളാണ്. ചിലരൊക്കെ നല്ല വിവാഹ ജീവിതം കിട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വിളച്ചില് കൂടുക. അപ്പനെയും അമ്മയും വേണ്ട, സഹോദരങ്ങളെ വേണ്ട, നോക്കിയും കണ്ടുമൊക്കെ ജീവിച്ചോണം കേട്ടോ. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കൂട്ടി യോജിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിക്കേണ്ടതൊക്കെ ചെയ്തോണം. ജോലിയിലൊക്കെ ഇരിക്കുമ്പോഴും ചിന്തിച്ചോണം, ആരെയും കൂടുതൽ ദുഷിക്കരുത്, നിന്ദിക്കരുത്, അടിച്ചമർത്താൻ പോകരുത്, പണം വെട്ടിക്കാൻ പോകരുത്. നമ്മുടെ ജോലി സ്ഥലം ഒരു വിശുദ്ധ കേന്ദ്രമായി കണ്ട് അതിന്റെ വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്തോണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ടോണം, ചെവി കൊണ്ട് കേൾക്കേണ്ടത് കേട്ടോണം. അല്ലെ കണ്ണും കാണത്തില്ല, കാതും കാണത്തില്ല. ഇവിടെ ഓർത്തോ, നമ്മൾ പറഞ്ഞില്ല, അപ്പൊ നീ എന്തോ കൊടുക്കാനുണ്ട്? യജമാനൻ ഓരോരുത്തരെ വിളിച്ചു ചോദിച്ചു, ഞാൻ 100 പറ ഗോതമ്പ് കൊടുക്കാനുണ്ട്. നീ ഒരു കാര്യം ചെയ്തേര്, 80 എഴുതിക്കും. മറ്റൊരുത്തിനോട് ചോദിച്ചു, നീ എന്തോ കൊടുക്കാനുണ്ട്? ഞാനൊരു 100 കുടം എണ്ണ കൊടുക്കാനുണ്ട്, നീ ഒരു 50 എഴുതും. അപ്പൊ ചുരുക്കത്തിൽ ഈ നഷ്ടം മൊത്തം വരുന്നത് ആർക്കാ? നമ്മൾ പറയത്തില്ലേ, വെല്ലവന്റെ പന്തി പോയിട്ട് വേണം എന്റെ വിളമ്പിന്റെ ശക്തി ഒന്നറിയാൻ. അതുപോലെ ഈ ചെങ്ങാതി പിരിച്ചു വിടുമെന്ന് കണ്ടപ്പോൾ പേടിച്ചു പറയുക, ഓ നീ 50 കൊടുത്താൽ മതി, നീ 80 കൊടുത്താൽ മതി, ഇവന് നഷ്ടമൊന്നുമില്ല. നഷ്ടം മൊത്തം യജമാന. പക്ഷെ എന്നിട്ടും ആ യജമാനൻ ഒരു ബോഷനെ പോലെ ഇരുന്നുകൊണ്ട് കുലുങ്ങി ചിരിച്ചു പറയുക, നോക്ക് അവൻ എന്ത് ബുദ്ധിയായിട്ട് പ്രവർത്തിച്ചു.
തമ്പുരാന്റെ കാൽക്കുലേഷനുകൾ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല കണക്കുകൂട്ടലുകൾ. നമ്മൾ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടാണ്. എന്നാൽ നഷ്ടത്തിലും ഒരു ലാഭം കാണുന്ന ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സുഖിപ്പിച്ചും ചിരിപ്പിച്ച് നിൽക്കുക എന്നുള്ളതല്ല. 99 ഉണ്ടോ, നിങ്ങൾ അവിടെ നിന്നോ, എനിക്ക് ഉറപ്പാ. കാരണം മരുഭൂമിയിൽ വരെ എത്തപ്പെട്ട ആടുകൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി ഞങ്ങൾ ഒരു തവണ പോലും ഒരു തടി പോലും മുമ്പോട്ട് പോകത്തില്ല. ആ ഉറപ്പ് യജമാനൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ തെറ്റിത്തിരിഞ്ഞു വന്ന കെറുവും പഴക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നീട് യോജിക്കാൻ വരുന്നവരെ ഉണ്ടല്ലോ, നമ്മൾ ശത്രുക്കളായിട്ട് കണക്കാക്കരുത്. അവരെ ചേർത്ത് ഇനി ഇവൻ ചതിക്കുമോ വഞ്ചിക്കുമോ എന്ന് ചിന്തിക്കണ്ട. ചിലർ ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അന്ന് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എന്റെ 10 വയസ്സിൽ അങ്ങനെ പറഞ്ഞു, അന്ന് TV കാണാൻ ചെന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കണക്കെടുത്തോണ്ടിരിക്കുക. മഹാരാജാവായ തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന തൃപ്പടിദാനം നടത്തിയ മാർത്താണ്ഡവർമ്മ ചക്രവർത്തിയുടെ കഥ അറിയാമോ? ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധത്തിലെ അദ്ദേഹം ജയിച്ചു. ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ ജയിച്ചു. എന്നിട്ട് അതിന്റെ തലവനായിരുന്ന ഡെലനോയെ പിടിച്ച് തടവിലാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവനെ കയ്യോടെ കൊന്നു കളയണം, വെച്ചോണ്ടിരിക്കരുത്. പക്ഷെ മാർത്താണ്ഡവർമ്മ കൊന്നില്ല. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാകാൻ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത്, യുദ്ധമുറകളെല്ലാം പഠിപ്പിച്ചത് അന്ന് തടവുകാരനായി പിടിച്ച ഈ ഡെലനോയെ വിശ്വസ്തത പുലർത്തി. അതുപോലെ പ്രിയമുള്ളവരെ ഓർത്തോണം, ആടുകൾ മാറിപ്പോകത്തില്ല. അവരും ഉറപ്പിച്ചു, ഇവിടം വരെ എത്തപ്പെട്ടു, യജമാനനെ ഞങ്ങൾ മരുഭൂമിയിലേക്ക് നടത്തിച്ചു. ആടുകൾ മരുഭൂമിയിൽ എത്തി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, യജമാനെ എവിടെ എത്തിപ്പിച്ചു? മരുഭൂമിയിലേക്ക് നടത്തിച്ചു എന്നുള്ളതാണ്. നമ്മളും ചിലപ്പോഴൊക്കെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ വരുമ്പോൾ, ദൈവമേ, ഞാൻ അവരെ അത്രയും വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല, അത്രയും ദുഷിക്കേണ്ടിയിരുന്നില്ല, അത്രയും അങ്ങ് അടിച്ചമർത്തേണ്ടിയിരുന്നില്ല. എന്നെ ഓർത്താണല്ലോ കരയുന്നത്, എന്നെ ഓർത്താണല്ലോ പശ്ചാത്തപിക്കുന്നത്, എന്നെ ഓർത്താണല്ലോ ഇപ്പൊ ഈ നഷ്ടം സഹിക്കുന്നത്. ചിന്ത ഇടയ്ക്കൊക്കെ വേണം കേട്ടോ. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിന്റെ കാൽക്കുലേഷൻ വലുതാ കേട്ടോ. ഈ ലോകം നഷ്ടമെന്ന് പറയുന്നതിലൊക്കെ ദൈവം ഒരു ലാഭം കാണുന്നുണ്ട്. 99 ഇനി ഓടിപ്പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഓർത്തോണം, ഈ ലോകത്തിൽ വലിയ സുവിശേഷകരായ ആരാന്നറിയാമോ? വലിയ മിടുക്കന്മാരും സമർത്ഥന്മാരും ഒന്നല്ല കേട്ടോ. ഒത്തിരി ക്ഷമിച്ച് കിട്ടിയവൻ ഒരുപാട് നന്ദി കാണിക്കും. ഈ ലോകത്തിൽ ഒരുപാട് വചനം പറഞ്ഞിട്ടുള്ളതും ലോകത്തിന് വേണ്ടി നന്മയായിട്ട് പുറപ്പെട്ടിട്ടുള്ളതും ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുള്ളവർ അവർ വലിയ സാക്ഷികളായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിന്റെ കൺക്ലൂഡിങ് പാർട്ട് പറയട്ടെ. യജമാൻ ആ കാണാതെ പോയ ഇതൊന്നും നടന്ന സംഭവം അല്ലെന്ന് വിചാരിച്ചോണം. ഉണ്ടെന്നിരിക്കട്ടെ, കർത്താവ് കഥ പറയുകയാണ്. പക്ഷെ ഇതെല്ലാം കഥ പറയുകയാണെങ്കിലും ഹൃദയത്തിൽ തൊട്ടുള്ള അനുഭവങ്ങൾ കർത്താവ് പങ്കുവെക്കുക. നമ്മളാണെങ്കിൽ നെഞ്ചത്ത് തൊട്ട് പറഞ്ഞാലും കൊടൽമാലെടുത്ത് കാഴ്ചാലും എന്തോ പറയും? ചെമ്പരത്തിപ്പൂവാന്ന് പറയും. വ്യത്യാസം അതാ കേട്ടോ. കർത്താവിന്റെ പ്രത്യേകത, കർത്താവ് കഥ പറഞ്ഞാലും ഉപമ പറഞ്ഞാലും അതൊരു സംഭവമായിട്ട് മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി റിയാലിറ്റി പറഞ്ഞാലും നേരിട്ട് കണ്ട കാര്യം പറഞ്ഞാലും വിശ്വസിക്കാൻ ആളില്ല. അതാ പറഞ്ഞ ആ സ്ട്രാറ്റജിയുടെ പ്രത്യേകത അതാ. അവൻ ആടിനെ കണ്ടു, എന്നിട്ട് തോളത്തെടുത്തോണ്ട് പിരികയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ ആധുനിക ലോകത്തിന്റെ ഒരു രീതി എന്തായിരിക്കും? നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. പിള്ളേരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെ മൊത്തം അറിയിക്കും, അലറി കൂവും. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കും. പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അന്നത്തെ അന്തിച്ചർച്ച മൊത്തം അതാ. പിതാക്കന്മാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരാ പറ്റിപ്പോകും. ചിലപ്പോൾ കുർബാന എടുക്കുമ്പോൾ വീണുപോകും, പറ്റിപ്പോയെന്നിരിക്കാം. പ്രസംഗിക്കുമ്പോൾ ഒരു വാക്ക് മാറിപ്പോകും. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ സുറിയാനിയോ മലയാളമോ പറഞ്ഞാൽ അത് മാറിപ്പോയെന്നിരിക്കും, തെറ്റുകൾ പറ്റിയെന്നിരിക്കും. ഇന്നത്തെ സമൂഹം ചെയ്യുന്ന എന്തുവാണെന്നറിയാമോ? അത് മാത്രം കട്ട് ചെയ്യും. ഇതൊക്കെ എങ്ങനെയാണെന്നാ ഞാൻ അത്ഭുതപ്പെടുന്നത്. എടാ, 3 മണിക്കൂർ 3.5 മണിക്കൂർ ലൈവിൻ്റെ ഇടയിൽ നിന്ന് 5 സെക്കൻഡ് 10 സെക്കൻഡ് മാത്രമുള്ള കാര്യം നോക്കിയിരുന്ന് കട്ട് ചെയ്ത് പ്രത്യേക തലക്കെട്ടും പടവും കൊടുത്ത് ആഘോഷിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ യജമാനൻ വരുന്ന എങ്ങനെ, ആ ഇടയൻ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എവിടെ വെച്ചോണ്ടാ വരുന്നത്? തോളത്ത് വെച്ചോണ്ട് വരിക. എടാ മക്കളെ, ഞങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ലടാ.
ഞങ്ങൾ ഭയങ്കര ചങ്കല്ലേ. ഈ തോളത്തെടുക്കുമ്പോൾ ഓർത്തോണം, മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയായിട്ട് ഓർത്തോണം, കുരിശെടുത്തവൻ കാണാതായതിനെ തോളത്തെടുത്തവന്, കുരിശെടുത്തവൻ കാണാതായതിനെ തോളത്തെടുത്തവന്, അതിനോട് കമ്പനി കൂടിയവന്. എനിക്ക് ഒരു പരാതിയില്ല. ഇങ്ങനെ പരാതിരഹിതമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയാക്കുന്നതിന് പകരം ചില വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. ലോകത്തെ നമ്മൾ അറിയിക്കണമെന്നില്ലെന്ന്. കാരണം യജമാൻ ഒരു കാര്യം അറിയാം, ഇടയൻ ഒരു കാര്യം അറിയാം, ഇനിയും ഇതിനെ വഴക്കു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ഒറ്റയ്ക്ക് പോയി. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മെറ്റഫോറിക്കൽ എക്സ്പ്ലനേഷൻ പറയുന്നത്. വല്ല മുൾപ്പടർപ്പിൽ പോയി വീണ് കാണാം, കുഴിയിൽ പോയി വീണ് കാണാം. യജമാനന്റെ അത്ഭുതം അതല്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, എടാ ഇത് 100 എണ്ണത്തിന്റെ ഇടയ്ക്ക് ഒന്ന് കാണാതെ പോയിട്ട് ഇത്രയും നേരം ജീവിച്ചിരുന്നു. കിട്ടേണ്ട ശിക്ഷ മൊത്തം കിട്ടി, അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു, കരയേണ്ടതെല്ലാം കരഞ്ഞു തീർത്തു, നിലവിളിക്കേണ്ടതെല്ലാം നിലവിളിച്ചു. ഇനിയും നിലവിളിക്കാൻ അതിന് കണ്ണുനീരില്ലെന്ന്, പേടിക്കാനുള്ള പേടിയില്ലെന്ന്. ചില മനുഷ്യർ അങ്ങനെ പ്രിയമുള്ളവരെ കേട്ടോ. ഈ ചിലർ നമ്മൾ തന്നെ ശ്രദ്ധിച്ചോണം കേട്ടോ. അവരെ നമ്മൾ വഴക്കു പറഞ്ഞാൽ അവർ കരയത്തില്ല, അവർ കരഞ്ഞു തീർത്തെന്ന്. അവർക്ക് നഷ്ടങ്ങൾ വന്നാൽ അത് അറിയത്തില്ല, ഇനിയും അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അങ്ങനെയുള്ളവരെ നമ്മളായിട്ട് വിമർശിക്കണ്ട പ്രിയമുള്ളവരെ, നമ്മളായിട്ട് കുറ്റപ്പെടുത്തണ്ട, നമ്മളായിട്ട് ശപിക്കണ്ട. ആ ആടിന് ആ മുൾപ്പടർപ്പിലോ കുഴിയിലോ കിടന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടി, പേടിക്കേണ്ടത് മൊത്തം പേടിച്ചു. യജമാനന്റെ വില തിരിച്ചറിഞ്ഞു, തന്റെ കൂട്ടത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു, ഭയന്നു വിറച്ചു പോയി. നമ്മുടെ സമൂഹത്തിൽ ഈ ഭയന്ന് വിറച്ച് നിൽക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ. ഇന്ന് നമ്മളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഭയന്ന് വിറച്ച് നിരാശപ്പെട്ടവരോട് നമ്മളങ്ങ് പേടിപ്പീരിന്റെ കാര്യം പറയുക, ദർശനങ്ങൾ പറയും. ഇന്ന് അങ്ങനെയുള്ളവരെ മതി നമുക്ക്. കുടുംബജീവിതത്തിൽ കലഹം വരുന്നു, പ്രശ്നം വരുന്നു, ബിസിനസ്സിൽ നഷ്ടം വരുന്നു, ഉടനെ നമ്മൾ ഓടുക, എല്ലാം കൊണ്ടും തകർന്നിരിക്കുക. നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയുള്ളവരെയാ. ഉടനെ ദർശനം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ആരോ ദോഷം ചെയ്തിട്ടുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, നാളെ ഇന്നത് വരും, അല്ലെങ്കിൽ ഇന്നത് ധരിക്കണം, ഇന്ന ചരട് കെട്ടണം, ഇങ്ങനെ പറയുന്നവരെ മതി ഇന്ന്. എന്റെ പ്രിയമുള്ളവരെ ഓർത്തോണം, തകർന്നു കിടന്നവനോട് കൂടുതലൊന്നും പറയണ്ട. ചിലർ പറയത്തില്ലേ, ഇപ്പൊ പിള്ളേരൊക്കെ ഒളിച്ചോടിപ്പോയി തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു, കയ്യോടെ പിടിച്ചു. ചിലപ്പോൾ വീട്ടുകാർ പറയും, അച്ഛാ ഒന്നും മിണ്ടിയേക്കല്ലേ, കൊച്ചിനോട് ഒന്നും ചോദിക്കരുത് കേട്ടോ, ഒന്നും പറഞ്ഞേക്കരുത്, എല്ലാം അറിഞ്ഞു, തെറ്റുകളൊക്കെ അറിഞ്ഞു, സ്കൂളിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കേട്ടു. പണ്ടത്തെ കാരണവന്മാരുടെ ഒരു പരിപാടിയായിരുന്നു, വലിച്ചിറക്കിക്കൊണ്ട്, സ്കൂളിൽ നിന്നൊക്കെ വലിച്ചിറക്കിക്കൊണ്ട് വഴിനീളെ കാളയടിക്കുന്ന പോലെ അടിക്കും. അതുകൊണ്ട് മനസ്സ് തകർന്നു പോയി ഒത്തിരി പേരുണ്ട്. പ്രിയമുള്ളവരെ, വീണവന് കിട്ടേണ്ടത് കിട്ടി, അനുഭവിക്കേണ്ടത് അനുഭവിച്ചു. ഇനി എന്നിട്ട് തളർന്നു കിടക്കുന്നവരോട് പറയരുത്, ഡീ നീ പണ്ട് എൻ്റെ അമ്മയെ നോക്കിയായിരുന്നു, എൻ്റെ അപ്പന് നീ വെള്ളം കൊടുത്തോ, ഇപ്പം നിന്റെ പിള്ളേരെ നിനക്ക് തരുന്നത് കണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഇന്ന പ്രശ്നങ്ങൾ വരുന്നത് കണ്ടോ. ഇത് വെച്ച് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാടില്ല. അയ്യോ, ഞാനും ആടെ നീയും തമ്മിൽ യാതൊരു വഴക്കുമില്ല, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് വെച്ച് പറഞ്ഞു തീർക്കാം, ഉള്ളിൽ വെച്ച് പറഞ്ഞു തീർക്കാം, അവിടെ കൊണ്ട് തീർക്കാം. യജമാനന്, ഇടയന് ആടിനെ വഴക്ക് പറയാനുള്ള മനസ്സോ ഒന്നുമില്ല, ഒറ്റ സന്തോഷമേ ഉള്ളൂ. ഇന്ന് അതുകൊണ്ടാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ വന്നാലും ചിലർ പറയുന്ന ഇതാ, എൻ്റെ കുഞ്ഞിനെ ജീവനോടിഞ്ഞ് കിട്ടിയാൽ മതി. വെളിയിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങി നടക്കുന്നു. എന്നിട്ട് വിളിച്ചു പറയും, മോനെ നീ ഇങ്ങ് വന്നാ മതി, നീ ഒന്നും തരണ്ട, ചെലവിന് തരണ്ട, എനിക്ക് ഭക്ഷണം തരണ്ട, നിന്റെ അപ്പനും അമ്മയ്ക്കും അല്പം പെൻഷനൊക്കെ കിട്ടും, ഞാനങ്ങ് ചെലവിന് തന്നോളാം, നീ ജീവനോടിഞ്ഞ് വന്നാ മതി. ആ നെഞ്ചോട് ചേർക്കുന്ന, തോളിലെടുക്കുന്ന ഒരു ആത്മീയത, ഒരു ദൈവികമായ അനുഭവം എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ കൊച്ചു ചിന്തകളായിട്ട് മാത്രമാണ് പറഞ്ഞത്. കാണാതെ പോയ ആടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ പറയാൻ വേണ്ടി പറയും. കാണാതെ പോയ ആടെന്നോ മുടിയനായ പുത്രനെന്നോ ഈ നമ്മൾ കൊടുക്കുന്ന ഐഡന്റിറ്റികളാണ്. വേദപുസ്തകം പറയാത്തത്, ഒരാൾ കാണാതെ പോയി പക്ഷേ തലക്കെട്ടൊന്നുമില്ല. നമ്മൾ പ്രസംഗിക്കാനൊക്കെ പറയും, കളിയാക്കാൻ പറയും. നമ്മൾ ചിലർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ചില ഐഡന്റിറ്റികളുണ്ട്. ഓ, അവൻ അങ്ങനത്തോനാ, അവൾ ഇങ്ങനത്തോനാ, അവൾ ഓരോ പേരിട്ട് ദുർപ്പേരുകളൊക്കെ ഇട്ട് വിളിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം ഒരു പരിധിവരെ മരുഭൂമിയിൽ എത്തപ്പെട്ടതാണ്. യജമാനനെ മരുഭൂമിയിലേക്ക് എത്തിച്ചതാണ്. കണ്ണുനീര് കുടിപ്പിച്ചവരാ.
പക്ഷെ അങ്ങനെയാണെങ്കിലും അവരനുഭവത്തിലൂടെ മനസ്സിലായി, ഇനി ഞങ്ങൾക്ക് വേണ്ടി യജമാനനെ ഒരടി പോലും മുൻപോട്ട് നടത്തിക്കത്തില്ല, ഇവിടെ കൊണ്ട് ഞങ്ങൾ നിർത്തും. യജമാനൻ ചിന്തിക്കുന്നില്ല, അയ്യോ ഇനി ഞാന് ഒന്നിന്റെ പിന്നാലെ പോയി 99 നഷ്ടപ്പെടുത്തണോ, ഞാൻ അവന്റെ പിന്നാലെ പോയാൽ മറ്റവൻ ശത്രുവാകുമോ, ഇന്ന് നഷ്ടമുണ്ടാകുമോ, എന്റെ ബിസിനസ് ആര് നോക്കും, എന്റെ രോഗത്തിന് ആര് പരിപാലനം നൽകും, എന്റെ ക്ഷീണതയിൽ ആരുണ്ടാകും. അതിന്റെയും ആവശ്യമില്ല. ദൈവത്തിന്റെ കാൽക്കുലേഷനും കണക്കുകൂട്ടലും വേറെയാണ്. ആ 100 ആടുകൾ ഞാൻ തെറ്റിപ്പോയാടെന്ന് പറയുന്നതിന് പോലെ അതിനോട് പാരലാട് ചിന്തിച്ചോണം. ദൈവമേ, കർത്താവ് കണ്ട 100 ആടുകളിൽ ഒരാട്, ആ തെറ്റിപ്പോയ ആടിനെ കണ്ടെത്തുന്ന ഇടയനായിട്ട് തന്നെ, അന്വേഷകനായിട്ട് തന്നെ ഞാനുണ്ട്. ഓരോരുത്തരും ചിന്തിച്ചോണം, ഞാൻ ഏതാടിനെ ഇനിയും കണ്ടെത്തേണ്ടത്, ഞാൻ ഏതാടിന്റെ പിന്നാലെയാ പോകേണ്ടത്. ചിന്തിച്ചോണം. തോളത്തെടുത്തപ്പോൾ പഠിപ്പിച്ച വലിയ കാര്യം, ഞങ്ങൾ തമ്മിൽ എന്തോരം സ്നേഹമാണ്. ഞങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരരുതേ, ഞങ്ങളെ തമ്മിൽ കൂട്ടി അടുപ്പിക്കണ്ട, ഞങ്ങളെല്ലാം പറഞ്ഞു തീർന്നു, ഞങ്ങൾ സ്നേഹത്തോടെ പൊയ്ക്കോളാം. ഈ പെരുന്നാളിന്റെ അനുഭവത്തിൽ ഈ തീരുമാനത്തോടും ദർശനത്തോടും പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. ഒരു നിമിഷം തലകളെ ഉണക്കി പ്രാർത്ഥിക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ട്.